വീണ്ടും UDF അധികാരത്തിലെത്തിയല്ലോ 2011 2014 വരെ. ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ? ഈ വിമൻ വോളണ്ടിയേഴ്സ് എന്നുള്ളത് മാറ്റണം, സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സർ? അതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് സർ. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ 500 രൂപ 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. 1000 രൂപ കൊടുത്തു തുടങ്ങിയത് 2014 ഇടതുപക്ഷ സർക്കാരാണ് സർ. ആ കണക്ക് നോക്കിയാൽ 400 രൂപയാണ് 5 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത്. ആ കണക്ക് നോക്കിയാൽ ആ 1000 രൂപയിൽ നിന്ന് ഇപ്പോൾ ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന UDFന്റെ നിലപാടും UDFന്റെ അവര് സ്വീകരിച്ച സമീപനവുമാണെങ്കിൽ സർ 1800 രൂപയായിരുന്നു ഇപ്പോൾ ഓണറേറിയം വേണ്ടിയിരുന്നത്. അതായത് 100 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സർ ഇരുന്നത്. അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി വാക്കു പാലിച്ചു പോകാൻ ഇടതുപക്ഷ സർക്കാരിന് അറിയാം സർ. 1000 രൂപയിൽ നിന്ന് 1800 രൂപയാക്കുമല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. 1000 രൂപയിൽ നിന്ന് 7000 രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ. SUCI സമരത്തെ നിയമസഭയിലെത്തിച്ച കോൺഗ്രസ് എന്തു നേടി? ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറമാണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെട്ടതോടെ കോൺഗ്രസ് നീക്കം പാളി. രേഖകളും കണക്കും അവതരിപ്പിച്ചാണ് ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞത്. അതൊക്കെയും സഭയിൽ വെക്കാൻ തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു. അതോടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതൊക്കെയും വെറും ക്യാപ്സൂളുകളായി മാറി. ഓരോ വാദത്തിനും എണ്ണിപ്പറഞ്ഞാണ് സർക്കാർ മറുപടി പറഞ്ഞത്. കേന്ദ്രം തരാതെ കുടിശ്ശികയാക്കിയ ആശാപ്രവർത്തകരുടെ 100 കോടി UDFനും BJPക്കും SUCIക്കും പ്രശ്നമേ അല്ല. രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്ന കേരളത്തിനെതിരെ സമരപ്പന്തലിൽ ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്നു. നിയമസഭയിൽ വിഷയമെത്തിച്ച കോൺഗ്രസിന് നേട്ടമില്ലെന്നു മാത്രമല്ല നഷ്ടക്കച്ചവടം കൂടിയായി. പ്രമേയ അവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല വാദങ്ങളും വസ്തുതാപരമായി പിശകാണെന്ന് രേഖകൾ തന്നെ തെളിയിച്ചു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, ഡോക്ടർ GV ഹരി കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടതു നിരീക്ഷകൻ. ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഈ സാഹചര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായ ചർച്ചയ്ക്ക് വിധേയമായത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആവർത്തനത്തിനപ്പുറം ഇന്ന് നിയമസഭയിൽ ഈ വിഷയം എത്തിയതോടുകൂടി ഭരണപ്രതിപക്ഷ നിലപാടുകൾ കുറേ കൂടി ആധികാരികമായി വസ്തുതാപരമായി ചർച്ച ചെയ്യപ്പെട്ടു. നിലപാടുകൾ ഉയർന്നു വന്നു, അതിൽ മറുവാദങ്ങളുണ്ടായി, രേഖകളും കണക്കുകളും ഉയർന്നു വന്നു ചർച്ചയുടെ ഭാഗമായി. അപ്പോൾ ഇതൊക്കെ വെച്ച് ആര് പറയുന്നതാണ് ശരി, വസ്തുത എന്താണ് എന്ന് ഇന്ന് നിയമസഭയ്ക്കകത്ത് നടന്ന ചർച്ചകളിൽ നിന്നും അവിടെ തന്നെ ഉയർന്നു വന്ന അഭിപ്രായങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ അഭിപ്രായങ്ങളും മറുപടികളും ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് താരതമ്യം ചെയ്തു പോയാൽ കുറേ കൂടി വ്യത്യസ്തമായി, കുറേ കൂടി കാര്യമായി ഈ വിഷയത്തെ സമീപിക്കാൻ ഒരുപക്ഷെ കാര്യമായി ഉപകാരപ്പെട്ടേക്കാം എന്ന് വിചാരിക്കുന്നു. ആ നിലയ്ക്ക് കൂടിയാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വഴിയെ ഞാൻ എന്താണ് ഈ പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കാരണം നിയമസഭയിലെ ചർച്ചകൾ കൂടി ഈ ചർച്ചയുടെ ഭാഗമായി കേട്ടുകൊണ്ടും നമുക്ക് വിശകലനം ചെയ്തു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ശ്രീ അരുൺകുമാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് കണ്ട ഒരു ലെറ്ററാണ്. അതായത് ഇന്നത്തെ ഡേറ്റ് വെച്ച് ആരോഗ്യമന്ത്രിക്ക് പോയിട്ടുള്ള വീണ ജോർജിന് പോയിട്ടുള്ള കത്താണ്. ആ കത്ത് കൊടുത്തിട്ടുള്ളത് BMS ആണ്, ഭാരതീയ മസ്ദൂർ സംഘമാണ്. ഇപ്പോൾ SUCI അനുഭാവമുള്ള സമരം, അതിനെ രാഷ്ട്രീയമായി പിന്തുണച്ച് നിൽക്കുന്നത് UDF, അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് UDF അടിയന്തര പ്രമേയ സഭയിൽ കൊണ്ടുവരുന്നു. ഇതാണ് ഇന്ന് പകല് കണ്ടത്. വൈകുന്നേരമായപ്പോൾ BMSൻ്റെ ഒരു കത്ത് പോയിരിക്കുന്നു ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതെന്ത് കളിയാണ്? എന്താണ് അതിന് പിന്നിലെ പുതിയ കളി, പുതിയ രാഷ്ട്രീയം അരുൺകുമാർ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ SUCIയുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ സമരം, ആ സമരപന്തലിലേക്ക് ഈ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ എത്തുകയാണ്. ഇപ്പോൾ നമുക്കറിയാം 2005 ഈ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. അതിനുശേഷം ഈ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആവശ്യങ്ങൾ, ഇത് തൊഴിലാളി എന്ന രൂപത്തിലുള്ള പരിഗണന വേണം, വേതനം കിട്ടുന്ന സാഹചര്യം വേണം, പെൻഷനറി ബെനിഫിറ്റ് വേണം, മറ്റ് ക്ഷേമ പദ്ധതികൾ വേണം. അതുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലാളി എന്ന കാഴ്ചപ്പാടിലേക്ക് ഈ സ്കീം വർക്കേഴ്സിനെ മാറ്റണം എന്നുള്ള ആവശ്യം നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ V മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ സമരപന്തലിലേക്ക് വരുന്നു. ആ സമരം ചെയ്യുന്നവർ, സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരു പ്രതിഷേധ
പ്രതിഷേധവുമില്ല. അവിടെ കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും ഒരു ചോദ്യവുമില്ല. കാരണം ഈ സ്കീം നടപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റല്ലേ, അതുകൊണ്ട് ഈ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റല്ലേ, ഇവർക്ക് വേതനം കൊടുക്കേണ്ടതും മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും കേന്ദ്ര ഗവൺമെന്റല്ലേ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകരോ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരോ ചോദിക്കുന്നില്ല. മറിച്ച് അവിടെ ആടുന്നു, പാടുന്നു, അതുപോലെ ഡാൻസ് ചെയ്യുന്നു, വീണ്ടും വരാൻ അവസരം കൊടുക്കുന്നു, കുട കൊണ്ടുപോയി കൊടുക്കുന്നു, വടി കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം അന്ന് ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. SUCI നടത്തുന്ന സമരത്തിന് BJPക്ക് എന്താണ് ഇത്ര റോള്? BJPയുടെ നേതാക്കന്മാർ അങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇത്ര അനുഭാവപൂർവമായിട്ടുള്ള ഒരു മനോഭാവം എന്തുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ കാണിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു സംശയം കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് വൈകുന്നേരം BMSന്റെ ലെറ്റർ പാഡിൽ BMSന്റെ നേതാക്കന്മാർ ഈ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സമരം ഒത്തുതീർപ്പാക്കണം, അതുപോലെ തന്നെ അത് ചർച്ചയ്ക്ക് വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് ആരോഗ്യമന്ത്രിക്ക് കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമരത്തെ BMS ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതിൽ SUCയുടെ ഭാഗമായി അണിനിരന്ന ഒരു വലിയ വിഭാഗം ആളുകൾ BMSന്റെ ഭാഗമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ BMS നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമരം ആദ്യഘട്ടം മുതൽ SUCയും BMSും അത് BJPയും എല്ലാം നല്ല ആലോചനയോടെ, അത് ഗൂഢാലോചനയോടെ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഈ സമരം തിരിച്ചുവിടാൻ ഒരു ചോദ്യം പോലും കേന്ദ്ര ഗവൺമെന്റിനെതിരെ വരാതെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു പ്രതിഷേധവും ഇല്ലാതെ, യഥാർത്ഥത്തിലുള്ള വസ്തുത കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടാൽ മാത്രമേ ഈ സമരം തീരുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വസ്തുതയുള്ളപ്പോൾ പോലും ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, ഒരു അജണ്ടയുണ്ട്. കോൺഗ്രസ് പോലും സമരപ്പന്തലിൽ പോയി ഈ സമരത്തിന് വേണ്ടി വലിയ രൂപത്തിൽ അവർ ഇടപെടൽ നടത്തുന്നുണ്ട്. ആ ഇടപെടൽ നടത്തുന്നത് പോലും അന്വർത്ഥമാക്കുന്ന തരത്തിൽ BJPയും BMSും ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള വേദി SUCI തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നതാണ് ഈ ലെറ്റർ പാഡിലുള്ള കത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ GV ഹരി, ഇതിൽ INTUC അടക്കം ട്രേഡ് യൂണിയനുകൾ വളരെ ശക്തമായ വ്യത്യസ്തമായൊരു നിലപാടാണ്. പക്ഷേ അവർ ശക്തമായി ഇതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്താണ്, ഇപ്പോഴും സമരരംഗത്താണ്. പക്ഷേ ഈ ഒറ്റ തിരിഞ്ഞുള്ള ഈ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധിയാണ്, അതിൻ്റെ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യത്തെയാണ് ഇപ്പോൾ അരുണൊക്കെ പറഞ്ഞതുപോലെ വിമർശിക്കുന്ന ഒരു ഘട്ടമുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആകെ 10 ലക്ഷം ആശാ വർക്കർമാരാണ് രാജ്യത്താകെ ഉള്ളത്. അതിൽ 26,000-ഓളം ആളുകളാണ് കേരളത്തിലുള്ളത്. അതിൽ തന്നെയും ഏറ്റവും വലിയ സംഘടന CITU ആണ്. INTUC അടക്കം മറ്റ് സംഘടനകളും എല്ലാം ആ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. അതിൽ വരുന്ന ഏതാണ്ട് 1000-ഓളം വരുന്ന ആശാ വർക്കർമാരുടെ ഒരു ചെറു സംഘമാണ് SUCയുടെയും മറ്റും നേതൃത്വത്തിൽ ഈ സമരത്തിൽ. അതിൽ തന്നെ 500-ൽ പരം ആളുകൾ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അവശേഷിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ സമരരംഗത്തുള്ളത്. അതിൽ തന്നെയും വന്ന മാറ്റം നോക്കൂ. SUCI കൊണ്ടുവന്ന സമരം, അതിനെ കോൺഗ്രസ് അകമഴിഞ്ഞു പിന്തുണയ്ക്കുന്നു, സഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം കൊണ്ടിരുന്നു. അതിലൊരു പുതിയ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഒരു മാറ്റമായി, തെളിവായി BMS സമരത്തെ ആകെ ഏറ്റെടുക്കാൻ, അവശേഷിക്കുന്ന ആ ഗ്രൂപ്പിനെ ഏറ്റെടുത്തുകൊണ്ട് അവിടേക്ക് വളരെ കൃത്യമായി കേന്ദ്രമന്ത്രി എത്തിക്കുന്നു. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു വലിയ കളി നടന്നിട്ടുണ്ടോ? ആ കളിക്കൊപ്പം കോൺഗ്രസും UDFും നിന്നു കൊടുക്കുകയായിരുന്നു എന്ന് നാളെ INTUC നിങ്ങൾ നേതാക്കളെ നോക്കി പറഞ്ഞാൽ കേട്ടു നിൽക്കേണ്ടി വരും. GV ഹരി, നമുക്കിതിനെ ഈ വിഷയത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി സംസാരിച്ചു നോക്കാതെ, ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ആശാവർക്കർമാരുടെ സമരത്തെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നിസ്തുലമായ സംഭാവന ചെയ്തിട്ടുള്ളവരാണ് കേരളത്തിലെ ആശാവർക്കർമാർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവിഡിന്റെ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ ഇപ്പോഴും പ്രതിരോധ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ആശാവർക്കർമാരുള്ളത്, രാജ്യത്ത് ഉടനീളം താങ്കൾ പറഞ്ഞ പോലെ എണ്ണം വളരെ കൃത്യമാണ്. 10 ലക്ഷത്തിൽ പരം ആളുകളാണ് ഈ മേഖലയിലുള്ളത്. നമ്മുടെ ഇവിടെ വെറും 26,000 പേരാണ് ഉള്ളത്. എല്ലാ സ്ഥലങ്ങളിലും സമരം നടന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ കർണാടകത്തിൽ ഞങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിൽ ഇതേ ആശാ വർക്കർമാർ അവിടെ സമരം നടത്തിയപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നറിയോ? ഞങ്ങൾ ആ സമരം നടത്തിയിട്ട് ആശാ വർക്കർമാരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ ആ ചർച്ചയ്ക്ക് വളരെയധികം നേതൃത്വം കൊടുക്കുകയും അവരുടെ ഓണററിയം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. 21,000 രൂപയായിട്ട് അവരുടെ ഓണററിയം വർദ്ധിപ്പിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരായിട്ടുള്ള അങ്ങേയറ്റം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു ചെറിയ ആവശ്യം, അവരുടെ ഹോണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ഹരിയാനയിൽ CITU സമരം ചെയ്ത ചരിത്രം ശരത്തിന് അറിയാഞ്ഞിട്ടല്ലല്ലോ. ഇതേ ആശാ വർക്കർമാർക്ക് നേതൃത്വം കൊടുക്കുന്ന CITU ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇത് രാജ്യത്ത് മുഴുവൻ ഇതാണ്. അപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ CITU അടക്കം INTUC അടക്കം സമരത്തിലാണെന്നേ.
അവര് ഇതിനു മുമ്പേ തന്നെ സമരം ചെയ്തത് ആ സംഘടനകളാണ്. അവിടെ നിന്ന് വഴിതിരിഞ്ഞ് വേറൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിന്, ഒരു രാഷ്ട്രീയ വിവാദത്തിന് വഴി കൊടുക്കും വിധം ഈ സമരം വന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഈ സമരം ഇല്ലാന്നല്ല, ഇപ്പോഴും സമരമുണ്ട്. ഇവർ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമരമുണ്ട്. അതിൻ്റെ ഭാഗമായി ചർച്ചകളും നടന്നിട്ടുണ്ട്. ഹരി, ശരത്തെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, പറഞ്ഞതിൽ ഒരു ഫാക്ച്വൽ എറർ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു ഫാക്ച്വൽ എററും ഇല്ല. ഞാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് തെറ്റാണ്. കേരളത്തിൽ വേറെ ആരും സമരം ചെയ്തിട്ടില്ല എന്നാണ് ഹരി പറയുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാവും. അങ്ങനെയല്ല ഞാൻ പറയും. ഈ ലിസൺ ടു മീ ആൻഡ് ദെൻ അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചാൽ തോക്കിനകത്ത് കയറി വെടിവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയട്ടെ, ഇതിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും, ഇവിടെ മാത്രമല്ല, പഞ്ചാബിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിൽ ഞങ്ങൾക്ക് ഈ വിഷയം ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. അതിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ആ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അടക്കം തന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ എന്താ കാണുന്നത്? നമുക്ക് ഇവിടെ നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കൂ. 4 ലക്ഷം രൂപ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ അടക്കമുള്ള മെമ്പർമാരടക്കമുള്ള ആളുകൾ സർക്കാരിന് നിവേദനം കൊടുത്തു. അപ്പൊ കേരളത്തിന്റെ സർക്കാരിനാണ്. അവരുടെ എല്ലാം ശമ്പളം വർദ്ധിപ്പിച്ചു. ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥന് കേരളത്തിൽ DA പെൻഡിങ് ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുമോ? ശരത്തെ, അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇല്ല. കേരളത്തിലെ ഒരു IAS ഉദ്യോഗസ്ഥന്മാർക്കും ഒരു സിവിൽ സർവൻസിനും അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ DA പെൻഡിങ് ഇല്ല. പിന്നെ ആർക്കാണ് ഈ പെൻഡിങ് ഉള്ളത്? പെൻഡിങ് ഉള്ളത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സർക്കാർ ജീവനക്കാർക്കാണ്. ആശാ വർക്കർമാരുടെ കാര്യവും അതിനകത്ത് വ്യത്യസ്തമല്ല. അപ്പൊ കേരളത്തിൽ നിങ്ങൾ ഒരു വശത്ത് നോക്കൂ. നിങ്ങൾ ഇവിടുത്തെ സർക്കാർ ഒരു വശത്ത് എല്ലാ സൗകര്യങ്ങളും സൗജന്യങ്ങളും ഈ ഒരു വിഭാഗം ആളുകൾ കൊടുക്കുകയും വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരാവശ്യപ്പെടുന്ന ഒരു അല്പം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു കൊടുക്കണം, ഒരു മാസം ഇത്ര ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആശയത്തെ അല്ലെങ്കിൽ ആ കാണുന്നതിനെ നിങ്ങൾ SUVCയുടെ സമരമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, സമരത്തെ എത്തരത്തിലാണ് CITUവിന്റെ നേതാവ് ഇവിടെ സംബോധന ചെയ്തത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. നോക്കൂ, ഇതൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞോട്ടെ. അല്ല സർ, അതല്ല എല്ലാവരിലേക്കും എനിക്കൊന്ന് പോകേണ്ടതുകൊണ്ടാണ് ഒരു നിമിഷം. അല്ലല്ല, അങ്ങനെ പോയതല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്നത് ഇത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രശ്നമായിട്ടല്ല മാത്രമല്ല, മറിച്ച് കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരുടെ പ്രശ്നം കേരളത്തിന്റെ നിയമസഭയിൽ അല്ലാതെ എവിടെ കൊണ്ടുവരുമെന്നാണ് ശരത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആണ് അത് നിയമസഭയിൽ. ഇനി സഭയിൽ നടന്ന ചർച്ചകളിലൂടെ ഹരിവര, ഇനി ഈ സഭയിൽ നടന്ന ചർച്ചകളിലൂടെ അതിൻ്റെ കുറെ കൂടി ഞാനത് പറയാൻ കാര്യം, ഇപ്പോൾ ഹരി ഈ ചർച്ചയിൽ ഇത് ആദ്യമായി നമ്മളൊന്നിച്ചിരിക്കും. താങ്കൾ മറ്റു ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹരി ചർച്ച ചെയ്തതിൻ്റെ ആദ്യ ഭാഗം നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പുതിയൊരു സാഹചര്യത്തിൽ സഭയിലെ ചർച്ചകളിൽ നിന്നുകൂടി ചർച്ചയിലേക്ക് പുതിയ പോയിന്റ്സ് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിനിടെ ഞാൻ ഹരിയോട് ആ ചോദ്യം ആവർത്തിക്കുന്നില്ല. താങ്കൾ അതിലേക്ക് ടച്ച് ചെയ്തിട്ട് പോലും എൻ്റെ ചോദ്യത്തെ സ്പർശിച്ചതേയില്ല. ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുന്നു. അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം BMSൻ്റെ കത്ത് മന്ത്രിക്ക് പോകുന്നത്. നോക്കൂ, SUC അനുഭാവമുള്ള ആ സംഘടനയ്ക്കൊരു പേരുണ്ട്. ആ സമരം ചെയ്യുന്ന സംഘടനയ്ക്കൊരു പേരുണ്ട്. ആ സംഘടനയാണ് അവിടെ സമരം ചെയ്യുന്നത്. അങ്ങനെയാണ് SUC അനുഭാവം വന്നത്. അതിലെ പ്രധാനപ്പെട്ട നേതാവ്, സമരസമിതിയുടെ നേതാവ്, മുൻ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ UDFനെതിരെ LDFനെതിരെ മത്സരിച്ചയാളാണ്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അടക്കം അവിടെ വന്ന് നിന്നിട്ടും ആ SUCI പ്രവർത്തകർ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്, 100 കോടി തരാനുള്ളത് എന്താണെന്ന് ചോദിക്കുന്നില്ല. മാത്രവുമല്ല, രാജ്യത്തൊട്ടാകെയുള്ള ആശാ വർക്കർമാരെ എന്തുകൊണ്ട് നിങ്ങൾ ഈ വോളണ്ടിയർ പട്ടികയിൽ നിന്ന് മാറ്റി തൊഴിലാളികളായി അംഗീകരിക്കും? ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇതൊന്നും ചോദിക്കാത്ത ഇടത്താണ് ആ സമരം സംശയാസ്പദമായി മാറിയത്. സമരത്തെ വിമർശിക്കുന്നത് അവിടെയാണ്. ശ്രീ പ്രേംകുമാർ, താങ്കൾക്ക് നന്നായി അറിയാം, നമ്മളൊക്കെ ഒരുപാട് സംസാരിച്ചത് അവിടേക്കാണ്. BMSൻ്റെ ഈ പുതിയ വരവ്. തൊട്ടുമുമ്പ് കേന്ദ്രമന്ത്രി ആ സമരപ്പന്തലിലെത്തുന്നു, ഇന്ന് K. സുരേന്ദ്രൻ എത്തുന്നു, വൈകിട്ട് BMS ഈ കത്ത് കൊടുക്കുന്നു. അരുൺകുമാർ പറഞ്ഞ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം അതിലുണ്ടോ? ഒരുപക്ഷെ അരുണ് ഈ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഫില്ല് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഇതെന്താ വെച്ചാൽ കേരളത്തിൽ കുറച്ച് കാലമായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2ാം വട്ടം LDF വരുമെന്ന് അറിഞ്ഞ സമയം മുതൽ ഉള്ള ഒരു വലിയ മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ അകത്ത് BJP ആണ് നേതൃത്വം കൊടുക്കുന്നത്, UDF ഉണ്ട്, SUCI RMPI പോലുള്ള എന്താ പറയാ ചെറിയ സംഘടനകളുണ്ട്, മീഡിയയുണ്ട്, പിന്നെ കൃത്യമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈമുതലായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരെന്നോ എഴുത്തുകാരെന്നോ പറയുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം കൂടിയിട്ടുള്ള ഒരു സംഗതിയാണിത്.
ഇതിന്റെ ആദ്യത്തെ ആവിഷ്കാരം നമ്മൾ കണ്ടത് ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, വിദേശത്ത് നിന്ന് കേന്ദ്ര ഗവൺമെന്റ് കൺട്രോളിലുള്ള എയർപോർട്ടുകൾ വഴി സ്വർണം തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അന്വേഷിക്കേണ്ടത്. പക്ഷെ അതിന്റെ ചാർജ് കംപ്ലീറ്റ് സംസ്ഥാന സർക്കാരിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെയായിരുന്നു. കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ച് ഒരു ട്രേസും ഇതുവരെ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത് സിൽവർ ലൈനിന്റെ കേസിലായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിൽ ഹൈസ്പീഡ് റെയിൽ തുടങ്ങുക എന്നുള്ളത്. അത് ആദ്യം ആലോചിച്ചത് എന്തായിരുന്നാലും പിണറായി വിജയനേക്കാളും മുന്നേ ഉമ്മൻചാണ്ടി അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനെ എതിർത്തതും ഇതേ മുന്നണി തന്നെയായിരുന്നു. തിരുനാവായയിലൊക്കെ താമരയും പിടിച്ചിട്ടായിരുന്നു സമരം ചെയ്തിരുന്നത്. അവര് നിലമ്പൂരേക്ക് സിൽവർ ലൈൻ വേണമെന്ന് പറഞ്ഞ് ഇപ്പം നിവേദനം കാണിക്കുന്നുണ്ട്. വയനാടിന്റെ കേസിൽ നമ്മളിത് കണ്ടതാണ്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തത് എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞ് ഒരു ദിവസം കൃത്യമായിട്ടും കനകോലുവിന്റെയും BJP ഓഫീസിൽ നിന്ന് ഒരു സാധനം പടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒടുവിൽ കേരളത്തിലെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ ചേഞ്ചസിനെ പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റഡീസും ഇന്റർനാഷണൽ സ്റ്റഡീസും പുറത്തു വന്നപ്പോൾ ആ ഫാക്ട് പറഞ്ഞതിനാണ് ശശി തരൂരിനെ കൊണ്ട് ഇവരിപ്പോൾ വരപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുമ്പൊക്കെ ഇതിലുള്ള ആകെ വന്നിട്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഈ മുന്നണിയിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല, അതിന്റെ കോൺഫിഗറേഷനിലും വ്യത്യാസം വന്നിട്ടില്ല. ഫാക്ട് അല്ലാത്ത സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള, കേരള വിരുദ്ധമായിട്ടുള്ള, ഇടത് വിരുദ്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷെ ആകെ വന്നിട്ടുള്ളത് ഈ ക്യാമ്പയിന്റെ ആയുസ് കംപ്ലീറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് സ്മഗ്ലിംഗ് ഏകദേശം 1 കൊല്ലം ഓടിയിരുന്നു. പക്ഷെ ആശാ വർക്കർമാരുടെ സമരം 10-14 ദിവസമേ ഓടിയിട്ടുള്ളൂ. അപ്പോഴേക്ക് മലയാളികൾക്ക് മുഴുവൻ, ഉപ്പിട്ട് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മുഴുവൻ ഈ സമരത്തിന്റെ ഉഡായിപ്പ് മനസ്സിലായിട്ടുണ്ട്. SUCI എന്ന് പറയുന്ന സംഘടന, അതിന്റെ നേതാക്കന്മാർ പല ചാനലുകളിൽ, പല വേദികളിൽ, പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന RSSന്റെ, BJPയുടെ, സംഘപരിവാരത്തിന്റെ കൊട്ടേഷൻ എടുത്ത ടീമാണ്. കേരളമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നത് എങ്കിൽ പോലും അത് പൊളിക്കുക എന്നുള്ള സംഘപരിവാരന്റെ അജണ്ടയ്ക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത ആളുകൾ തന്നെയാണ് ആശാ വർക്കർമാർ. അവർ ചെയ്യുന്ന സേവനം കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ പ്രതിഫലം അർഹിക്കുന്നവരാണ്. ആ ഉത്തരവാദിത്വം ഇടതുപക്ഷം തന്നെയാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടതും ഇതുവരെ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അതായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് AICCയുടെ സമ്മേളനം, എന്താ പറയുക, രാഹുൽ ഗാന്ധി വിളിച്ച സമ്മേളനത്തിന് ശേഷം കെ സുധാകരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കും ഭരണം. ഇത് തട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഉഡായിപ്പ് സാധനവും പറയാന്നുള്ളതാണ്. പലപ്പോഴും പക്ഷെ മുന്നിലേക്ക് വെക്കുന്ന ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, അപ്പാരന്റ്ലി പെട്ടെന്ന് കണ്ടാൽ സത്യമാണെന്ന് തോന്നും. അതുപോലെയുള്ളൊരു സംഗതിയാണ് ആശാ വർക്കേഴ്സിന്റെ ഡിമാൻഡ്. ആശാ വർക്കേഴ്സിന് ശമ്പളം കൂടണം എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവേണ്ടതാണ്. ഇടതുപക്ഷം തന്നെ നേതൃത്വം കൊടുക്കേണ്ടതാണ്. പക്ഷെ ഈ സമരം ആശാ വർക്കേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതല്ല. അത് SUCI എന്നുള്ള സംഘടന ഏറ്റെടുത്തിരിക്കുന്ന BJPയുടെ സംഘപരിവാരത്തിന്റെ ഒരു കൊട്ടേഷനാണ്. അത് ഇപ്പൊ അവർ BMSനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ സുരേഷ് ഗോപി വരുന്നു, K സുരേന്ദ്രൻ വരുന്നു. സുരേഷ് ഗോപി ഡൽഹി പോയിട്ട് BJPയുടെ വേർഷൻ പറയാൻ തുടങ്ങുന്നു. ഇവരുടെ സ്ക്രിപ്റ്റിന്റെ അകത്ത് തുള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആളുകളും ചെയ്യുന്നത്. ഇപ്പം രാഹുൽ എഴുതിയിരിക്കുന്നു, കേന്ദ്രമന്ത്രി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞെന്നുള്ളത്. ഇത് പക്ഷെ വളരെ പെട്ടെന്ന് കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ ആശാ വർക്കേഴ്സിന്റെ കൂടെ നിൽക്കുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന്റെ തന്നെയാണ്, CITUവിന്റെ തന്നെയാണ്. അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നേരത്തെ അത് താങ്കൾ പറയുകയുണ്ടായി. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കുറേ ദിവസമായി ചർച്ച ചെയ്തിരുന്ന വിഷയമായതുകൊണ്ട് ഇന്ന് സഭയ്ക്കകത്ത് ഈ വിഷയം ഉയർന്നു വന്നതിൻ്റെ ഒരു രീതി, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും വ്യത്യസ്ത പ്രതികരണങ്ങളും ഒന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് വന്നാൽ അത് കുറച്ചുകൂടി നന്നാവും. കാരണം ഇതിൽ ഏതാണ് ശരി, ആര് പറയുന്നതാണ് ശരി എന്നതൊക്കെയുള്ള ആളുകളുടെ ഇടയിലേക്ക് അത് ഗുണം ചെയ്യട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു എവിഡൻസ്, ഒരു വീഡിയോ ഒന്ന് കാണാം. അതായത് ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട്, ആശാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്ന ഒരു വലിയ കൺസേൺ ഉണ്ട്. ആ കൺസേണിന് മന്ത്രി കൊടുത്ത മറുപടിയുമുണ്ട്. അതിനുശേഷം അതടക്കം വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാം. ശേഷം ഈ ആശാ വർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ. അവർക്ക് മറ്റൊരു വരുമാനവുമില്ല സാർ. ആ മനുഷ്യർക്കാണ് 10 മാനദണ്ഡങ്ങളിലൂടെ മാത്രം 7,000 രൂപ കിട്ടുന്നത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് സാർ. അതായത് മറ്റു തൊഴിലുകൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത്. സാർ, ഇത് 2021
നവംബർ മാസത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ വർഷം നവംബർ മാസത്തിലെ പ്രൊസീഡിങ്സ് ആണ് സാർ. അതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്, സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതാണ് ഞാൻ സാർ നേരത്തെ പറഞ്ഞ കണക്ക്. 1230 പേർ ഇപ്പോൾ നിലവിൽ MNREGS-ലുണ്ട്. പിന്നെ മറ്റ് തൊഴിലുകൾ എടുക്കുന്നവരുണ്ട്. റൈറ്റ്. ആദ്യ ഊഴം അഡ്വക്കേറ്റ് അരുൺകുമാറിൻ്റെതാണ്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ UDF-ന്റെ ഭാഗത്തുനിന്ന് BJP-യുടെ ഭാഗത്തുനിന്ന് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ്. സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന SUCയുടെ നേതാക്കന്മാർ ഓരോ ദിവസവും ഓരോ ചാനലിൽ വന്നിരുന്ന് ഓരോ ആരോപണം ഉന്നയിക്കും. അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മറ്റ് ആരോപണമായിട്ട് ഉന്നയിക്കും. ഇവിടെ ഏറ്റവും ആദ്യ ദിവസം മുതൽ ഇവർ ആരോപിച്ചിരുന്നത് ഇത്തരത്തിൽ ആശാ വർക്കേഴ്സായി ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു തൊഴിലിലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ സർക്കുലർ ഇറക്കി എന്നതാണ്. ഇടയ്ക്കൊരു സർക്കുലർ വന്നു. ആ സർക്കുലർ എന്താ? ഇവിടെ ആദ്യം പല ദിവസവും നമ്മൾ പരാമർശിച്ചാണ്, മറ്റു മേഖലകളിൽ സ്ഥിരം തൊഴിൽ ചെയ്യുന്ന പൂർണ്ണ സമയവും തൊഴിൽ ചെയ്യുന്ന സ്ഥിരം തൊഴിലുള്ളവർ ആശാ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യരുത്. അങ്ങനെ ജോലി ചെയ്താൽ നമുക്കറിയാം ഗർഭിണികൾക്കും സ്ത്രീകൾക്കും എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഉറപ്പുവരുത്തേണ്ട സേവനം കിട്ടില്ല. പൂർണ്ണ ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മറ്റു ജോലിയിൽ ചെയ്യുന്നവർ ആശാ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ പറഞ്ഞു ആ കോവിഡ് കാലത്തുണ്ടായിട്ടുള്ള മാനദണ്ഡം അതിൽ കൃത്യമായിട്ട് മാറ്റം വന്ന കാര്യമെല്ലാം മന്ത്രി പറഞ്ഞു. അപ്പം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കോവിഡ് വന്ന സാഹചര്യമൊക്കെ 2020 ആണല്ലോ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നിരന്തരം നടത്തി ഈ സമരത്തിന്റെ ഭാഗമായി ഇവർ ഉന്നയിക്കുന്ന ഒന്നാമത്തെ കാര്യം ശമ്പളവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജോലി സ്ഥിരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്കീം നടപ്പാക്കുമ്പോൾ ഉള്ള മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഇവയെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടതെന്നും സംസ്ഥാന ഗവൺമെന്റ് അല്ല എന്നും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ടെന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം മേടിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും ഇൻസെന്റീവും ഓണറേറിയവും കൂട്ടുമ്പോൾ ഇത്രയും തുക കിട്ടുന്ന മറ്റൊരു സംസ്ഥാനവും ഇല്ല എന്നും വ്യക്തമായിരിക്കെ മറ്റ് പല കാരണങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായിട്ടോ വ്യാജപ്രചരണം നടത്തുക. ഇപ്പൊ കുറച്ച് സമയമാണ് കോൺഗ്രസിന്റെ നേതാവ് സംസാരിച്ചെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കർണാടകയിൽ 21,000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്നതാണ്. കർണാടകത്തിൽ 6,000 രൂപയായിരുന്നു ഓണറേറിയം. അവിടെ ഇൻസെന്റീവ് ഇല്ല. ഇപ്പൊ സമരം നടത്തിയപ്പോൾ അത് 10 ആക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻസെന്റീവ് ഇല്ല, പ്രഖ്യാപനമുള്ളൂ, എന്നാലും 10 ഉള്ളൂ. പക്ഷേ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്ന് എന്താ പറഞ്ഞ് 21,000 വർദ്ധിപ്പിച്ചില്ലേ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു റെപ്രസെന്റേഷൻ കിട്ടിയപ്പോഴേക്കും PSCക്ക് ശമ്പളം വർദ്ധിപ്പിച്ചില്ലേ ചോദിക്കുകയാണ്. കേട്ടിരിക്കുന്ന ആളുകളോർക്കും ഇത് ശരിയാണെന്ന്. നമുക്കറിയാം ജില്ലാ ജഡ്ജിയുടെ കാറ്റഗറിയാണ് PSC മെമ്പർമാർക്ക്. 9 വർഷമായി അവരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ പെൻഡിംഗ് ആണ്. ഏതെങ്കിലും തരത്തിലൊരു റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്തല്ല, PSC മെമ്പർമാരുടെ ആവശ്യവും പരിഗണിച്ചതല്ല. 9 കൊല്ലം മുമ്പ് എടുത്ത തീരുമാനം, ആ തീരുമാനം പല കാരണങ്ങളാൽ നടപ്പാക്കാതെ നീണ്ടുപോയത് ജില്ലാ ജഡ്ജിമാരുടെ അതേ കാറ്റഗറിയിലുള്ള ശമ്പളം ബാക്കി എല്ലാ സംസ്ഥാനത്തും എടുത്തു നോക്കിയാൽ ഒരേ താരിപ്പുള്ള ശമ്പളമാണ്. ആ ശമ്പളമാണ് ഇവിടെ കൊടുത്തത്. 9 കൊല്ലം വൈകി. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ, നുണ പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് നടത്തുന്ന നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി ഈ വ്യാജ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹത്തിന് പിന്നെ വ്യാജ ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ പുതുമയൊന്നുമില്ല. കാരണം അദ്ദേഹം ആ സ്ഥാനത്ത് എത്തിയതും ഇത്തരത്തിൽ വ്യാജ പ്രവർത്തനത്തിലൂടെയാണ്. അത് അത്തരത്തിൽ മാത്രമേ ഞങ്ങൾ കാണുന്നു. ശരി ഹരി, ഇതിലൊരു കാര്യം, ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആളുകളൊക്കെ ശ്രദ്ധിക്കും വിധത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ മറ്റു ജോലിക്ക് പോകാൻ കഴിയില്ല, അങ്ങനെ സർക്കാർ ഉത്തരവുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് മാത്രമായി ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാൽ ഗംഭീരമായി രാഹുൽ മാങ്കൂട്ടം സർക്കാരിനെ പൊളിച്ചടുക്കി എന്ന നിലയിൽ പോകും. ഇപ്പുറത്ത് മന്ത്രി പറയുന്നതും ആ നിലയിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പക്ഷേ ഒരു ചർച്ചയിൽ ഇവർ രണ്ടുപേരും പറയുന്നു, അടിയന്തര പ്രമേയം അവതരിപ്പിച്ചയാൾ ഒരു ഗുരുതരമായ ആശങ്ക ഉന്നയിക്കുന്നു, ആരോപണം ഉന്നയിക്കുന്നു, രേഖകൾ വെച്ച് അതിൻ്റെ ഉത്തരവാദപ്പെട്ട മന്ത്രി മറുപടി പറയുന്നതോടെ അതിലൊരു വ്യക്തത വരികയാണ്. ആ വ്യക്തത വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതും നാളിതുവരെ UDF പറഞ്ഞതും ഹരി, ഇതിലൊരു കാര്യം, ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആളുകളൊക്കെ ശ്രദ്ധിക്കും വിധത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ മറ്റു ജോലിക്ക് പോകാൻ കഴിയില്ല, അങ്ങനെ സർക്കാർ ഉത്തരവുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് മാത്രമായി ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാൽ ഗംഭീരമായി രാഹുൽ മാങ്കൂട്ടം സർക്കാരിനെ പൊളിച്ചടുക്കി എന്ന നിലയിൽ പോകും. ഇപ്പുറത്ത് മന്ത്രി പറയുന്നതും ആ നിലയിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പക്ഷേ ഒരു ചർച്ചയിൽ ഇവർ രണ്ടുപേരും പറയുന്നു, അടിയന്തര പ്രമേയം അവതരിപ്പിച്ചയാൾ ഒരു ഗുരുതരമായ ആശങ്ക ഉന്നയിക്കുന്നു, ആരോപണം ഉന്നയിക്കുന്നു, രേഖകൾ വെച്ച് അതിൻ്റെ ഉത്തരവാദപ്പെട്ട മന്ത്രി മറുപടി പറയുന്നതോടെ അതിലൊരു വ്യക്തത വരികയാണ്. ആ വ്യക്തത വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം
പറഞ്ഞതും നാളിതുവരെ UDF പറഞ്ഞതും ഈ ഒരു ചെറുസംഘം സമരത്തിൻ്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടേയിരുന്നതും വസ്തുതാപരമായി പിശകാണ്, മറ്റു ജോലികൾ ചെയ്യാനാവില്ല എന്ന നിലയിൽ ഒരു ഉത്തരവുമില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന ഉത്തരവ് 2021 തന്നെ തിരുത്തപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം ഈ ചർച്ചയിലൂടെ വെളിപ്പെട്ടില്ലേ നാടിന് മുന്നിൽ? ഹരി, നേരത്തെ ഞാനതിനകത്ത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതിനകത്തൊരു കറക്ഷൻ ഞാൻ വരുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഈ 21,000 എന്ന് പറയുന്നത് ഇവരുടെ പ്രകടന പത്രികയിൽ ആശാ വർക്കർമാർക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്ന തുകയാണ് 21,000. കർണാടകയിൽ താങ്കൾ പറഞ്ഞേ എന്താ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ആ കർണാടകയിൽ അത് പറഞ്ഞപ്പോൾ 10,000 എന്നുള്ളത് ഞാൻ നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു 21,000 വന്നു എന്നുള്ളതാണ്. അവർക്കത് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അവർക്ക് 10,000 കർണാടകത്തിനകത്ത് 6,000 രൂപ. അരുൺ പറഞ്ഞത് ശരിയാണ്. എനിക്ക് പറ്റിയൊരു തെറ്റാണ്, അത് ഞാൻ തിരുത്തുകയാണ്. അതിനകത്ത് സ്വാഭാവികമാണ് തെറ്റ്, ഇപ്പോൾ അരുൺ പറയുന്നത്. പക്ഷെ അരുൺ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഞാൻ കറക്റ്റ് ചെയ്യണേ. അരുണിന്റെ ചർച്ചകൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു. അതിനൊരു അരുൺ സ്ഥിരമായി പറയുന്ന ഒരു കള്ളുണ്ട്. ഇവിടെയാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തുക കിട്ടുന്നത്. അല്ല, ആ ഒരു കള്ളം വീണ്ടും ആവർത്തിക്കരുത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ 10,000 രൂപ, എന്തായാലും 10,000 രൂപ കേരളത്തിൽ കിട്ടുന്നില്ലല്ലോ. ഉണ്ടോ? അവരോട് പറയൂ, അവിടെ എന്തായാലും 10,000 കിട്ടുന്നില്ല. എന്തായാലും കർണാടകത്തിൽ ഈ ചർച്ച നടത്തി 10,000 രൂപ ആയിട്ട് ഇത് വർദ്ധിപ്പിക്കാമെന്ന് പറയുകയും അതിന്റെ ഹെൽത്ത് കമ്മീഷണറെ അവിടെ ആ സമരപ്പന്തലിലേക്ക് അയച്ചത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പറഞ്ഞാൽ കൊടുക്കുന്ന സർക്കാരാണ് കർണാടകത്തിലുള്ളത്. ഇപ്പോഴെത്രയാണ്? ഞാൻ പറഞ്ഞല്ലോ, അവിടെ 6,000 രൂപയാണെന്ന് അരുൺ പറഞ്ഞല്ലോ. അതിനകത്ത് ഒരു കണക്ക് തെറ്റില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ ഹരി? പ്രശ്നം എന്താണെന്ന് കണ്ടു നോക്കാം. അതായത് ഈ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നിയമസഭയിലടക്കം രാഹുൽ മാങ്കൂട്ടം താങ്കൾ പറഞ്ഞ നിലപാടല്ല, താങ്കൾ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി സമീപിച്ചു. കേരളത്തിൻ്റെ ഈ സമീപനത്തിനെ ആകെ നിരാകരിച്ചുകൊണ്ട് കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിലെ അപാകതയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ കേരളമാണ് മികച്ച ഓണറേറിയം ഏറ്റവും അധികം നൽകുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെന്താണ് മറുപടി കൊടുത്തത്? സഭയ്ക്കകത്താണ്. മാത്രമല്ല ഹരി, ആ രേഖ സഭയ്ക്ക് മുമ്പിൽ വെക്കാമെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിലാണേ, ചാനൽ ചർച്ചയിലല്ല, പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ഓരോ സ്റ്റേറ്റിലെയും കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങളിലേക്ക് വരാം, കണ്ടുകൊണ്ടുവരാം. ഏത് വിഷയം പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി താരതമ്യം നടത്തുക. അതുകൊണ്ട് ഈ നാടിന് എന്താ സാർ പ്രയോജനം? ഇവർ താരതമ്യം ചെയ്യുമ്പോൾ ആരുമായി താരതമ്യം ചെയ്യണം? നമ്മളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവർ. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് 500 രൂപ, ആന്ധ്രാപ്രദേശ് 1000 രൂപ, അരുണാചൽ പ്രദേശ് 2000 രൂപ, ബീഹാർ 1000 രൂപ, ഛത്തീസ്ഗഡ് സർ ഇൻസെൻറ്റീവ്സിന് മാച്ചിങ് ആയിട്ടുള്ള തുക അതിൻ്റെ 75% മാത്രം സംസ്ഥാനം നൽകും. ഡൽഹി 3000 രൂപ, ഗുജറാത്ത് 2500 രൂപ, ഹരിയാന 6100 രൂപ, ഹിമാചൽ പ്രദേശ് 4700 രൂപ, ജാർഖണ്ഡ് 1000 രൂപ, കർണാടക 5000 രൂപ, മഹാരാഷ്ട്ര 3500 രൂപ, മണിപ്പൂർ 1000 രൂപ, മേഘാലയ 2000, മധ്യപ്രദേശ് 4000, ഒഡീഷ 1000, പുതുച്ചേരി 3000, പഞ്ചാബ് 2500, രാജസ്ഥാൻ 1650, സിക്കിം 6000, തമിഴ്നാട് 500, തെലങ്കാന 6750, ത്രിപുര അതും സാർ ഇൻസെൻറ്റീവ്സിന് തുല്യമായിട്ടുള്ള 33% തുക അതാണ് സംസ്ഥാനം വെക്കുന്നത്. ഉത്തർപ്രദേശ് 1500, ഉത്തരാഖണ്ഡ് 3000, വെസ്റ്റ് ബംഗാൾ 5250, കേരളം 7000 സാർ ഇതാണ് കേരളത്തിൻ്റെതായിട്ട് ഇതാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് സാർ. ഇതോടൊപ്പം സാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാർ ഇതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ആശമാർക്ക് നൽകേണ്ടിയ ഇൻസെൻറ്റീവ്സിൽ 100 കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് സാർ. 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആശമാർക്ക് ഇൻസെൻറ്റീവ്സ് മുടങ്ങാതെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഹരി, ഈ ദിവസം വരെ നമ്മുടെ രാജ്യത്ത് ഓണറേറിയത്തിൽ ഏറ്റവും അധികം 7000 രൂപ എന്ന ഈ ആകെ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും അധികം കൊടുക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ്. നിസ്സംശയം നമ്മൾക്കത് പറയാം. ആ രേഖകൾ സഭയിൽ വെക്കാമെന്നാണ് ഇന്ന് ചർച്ചയിൽ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. മാത്രവുമല്ല, അത് കേട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരടക്കം അംഗീകരിച്ചൊരു കണക്കും യാഥാർത്ഥ്യവുമാണിത്. ഈ ദിവസം വരെ, നിങ്ങൾ നാളത്തെ കാര്യമാണ് പറയുന്നത്, ചർച്ച നടന്നതിനെ കുറിച്ചാണ് പറയുന്നത്, ഈ ദിവസം വരെയുള്ള കണക്കിൽ നിന്നല്ലേ കേരളം സംസാരിക്കുന്നത്. ഓക്കെ ശരത്, ഞാൻ വളരെ കൃത്യമായിട്ട് താങ്കളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ പറഞ്ഞിട്ടുണ്ട്. അതായത് പാർലമെന്റിൽ ഇത് ശ്രീ പ്രേമചന്ദ്രൻ MP ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട്
അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുമാർ നായിക് നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള മറുപടി, ഇതുപോലെ തന്നെ മന്ത്രി ആയിട്ടുള്ള ആൾ നൽകിയിട്ടുള്ള മറുപടി പ്രകാരമുള്ള ആ രേഖകൾ എടുത്തുകൊണ്ടാണ് രാഹുൽ ഈ കാര്യം അവിടെ അവതരിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അവിടെ അതിലൊരു പ്രശ്നമുണ്ട് ഹരി. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, നോക്കൂ, ഒരു ചർച്ചയുടെ അടിസ്ഥാനം നിങ്ങൾ കേൾക്കുക എന്നുകൂടിയാണ്. നിങ്ങൾ പറയണത് മാത്രം കേൾക്കാൻ പറയാനുള്ളത്. അപ്പൊ ശരത്തൊന്ന് കേൾക്ക് ശരത്തെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ രണ്ട് കാര്യമാണ് മന്ത്രി പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് നമുക്ക് 90 കോടി രൂപ തരാനുണ്ട് എന്നുള്ളത്. ഇതിനകത്ത് വളരെ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട് 2024-25 NHM ഫണ്ടായിട്ട് 913 കോടി രൂപ നൽകേണ്ട സ്ഥാനത്ത് നമുക്ക് കേരളത്തിൽ 815 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. ആ 815 കോടി ജനുവരി 25 നൽകി കഴിഞ്ഞു. അതായത് ഇനി നമുക്ക് കിട്ടാനുള്ളത് വെറും 97 കോടി രൂപ മാത്രമാണ്. ഇത് NHM ഫണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്, അതായത് ഇൻസെന്റീവ് ആയിട്ടല്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ NRHM എന്നുള്ള പറയുന്ന സമയം മാറ്റിയിട്ട് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ ഉത്തരം ഇതേ പറയുന്ന ജി കുമാർ നായിക് പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് സിക്കിം സർക്കാർ ആശാ വർക്കർമാരുടെ ഓണറേറിയം 6000 രൂപയിൽ നിന്ന് 10,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് 7,000 രൂപ ഓണറേറിയം നൽകുന്നുണ്ടെന്നും പാർലമെന്റിൽ പറഞ്ഞ മറുപടിയാണ്. ആ മറുപടിയായിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു ആശാ വർക്കർക്ക് 7,000 രൂപ ഓണറേറിയം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആശാ വർക്കർക്ക് വിവിധ സ്കീമുകളിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് 13,500 രൂപ വരെ ഒരു മാസം ലഭിക്കുന്നുണ്ട്. കേരളം അടക്കം ലഭിക്കുന്ന സംസ്ഥാനത്തെക്കുറിച്ച് ഒരു കേന്ദ്രമന്ത്രിയോട് ചോദിച്ചാൽ നോക്കൂ, ഒരു നിമിഷം കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇൻസെന്റീവാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നൽകുന്നത് ഓണറേറിയമാണ്. ഇത് രണ്ടും കൂടി ചേർത്താണ് കേട്ട ശേഷം ആയിക്കോളൂ. ഇത് രണ്ടും കൂടി ചേർത്താണ് ഒരു കേന്ദ്രമന്ത്രി പാർലമെന്റിൽ വിശദീകരണം നൽകുക. ആ വിശദീകരണത്തിൽ അവർ നൽകുന്ന ഇൻസെന്റീവിന്റെ കണക്ക് കൂടി ചേർക്കും. അത് കുടിശ്ശികയായി കിടക്കുന്നു. കേരളത്തിൽ 13,500-ൽ 9,600 രൂപ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോൺട്രിബ്യൂഷനാണ്. നോക്കിയാൽ 7,000 ഓണറേറിയം. പക്ഷേ സ്റ്റേറ്റ് കോൺട്രിബ്യൂഷനായി ഒരു ആശാ വർക്കർക്ക് ലഭിക്കുന്നത് 9,600 രൂപയാണ് 13,500-ൽ. കണക്കുകളിൽ ഇങ്ങനെയാണ് ഈ സ്പ്ലിറ്റപ്സ് പോകുന്നതെന്നേ. ഇവിടെ ശ്രീ പ്രേംകുമാർ നമ്മൾ പറയട്ടെ, എന്നോട് ചോദിച്ചിട്ടില്ല, പിന്നെ താങ്കളത് ഓൺ ചെയ്യാനേ തയ്യാറായില്ലല്ലോ. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാനത് ഓൺ ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? എന്റെ കയ്യിൽ ഇപ്പൊ ശരത്തിന്റെ കയ്യിലിരിക്കുന്ന രേഖ പോലെ തന്നെ എന്റെ കയ്യിലുള്ള രേഖകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. അപ്പൊ അതിനകത്ത് രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ച രേഖകൾക്കും അതേ പ്രാധാന്യം നിയമസഭയിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുള്ള നിങ്ങളിപ്പോ പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറഞ്ഞ വിവരം മാത്രമാണ്. അത് രേഖയായിട്ട് വെക്കുന്നേ, മേശപ്പുറത്ത് വെക്കേ. പ്രതിപക്ഷം ആവശ്യപ്പെട്ടില്ല, പ്രതിപക്ഷ നേതാവ് ഡിമാൻഡ് ചെയ്തോ? അതാണ് ഞാൻ പറഞ്ഞത്. വില്ലിങ്നെസ് അറിയിച്ചു. തർക്കമുണ്ടെങ്കിൽ എങ്കിൽ വെക്കൂ, പരിശോധിക്കാമെന്ന് ചലഞ്ച് ചെയ്യാം. ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ വായിച്ച സാധനത്തെ രേഖയായിട്ട് വെച്ച് അത് മേശപ്പുറത്ത് വെച്ചോ. നിയമസഭയുടെ ചലഞ്ച് ചെയ്താലല്ലേ മേശപ്പുറത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. പ്രതിപക്ഷത്തിന് തർക്കമുണ്ടെങ്കിൽ പരിശോധിക്കാൻ ടേബിൾ ചെയ്യാം. പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്തില്ലെന്നേ. ആ പഴയ വീഡിയോ എടുത്ത് പരിശോധിക്കും. ഹരിയ വീഡിയോ ഒന്ന് കാണും. ഇന്നത്തെ പകലത്തെ വീഡിയോ ഒന്ന് കണ്ടു. ചർച്ചയിൽ തർക്കമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ചർച്ചയിൽ ചർച്ച ഉണ്ടാവണം, സഭയിൽ ഉണ്ടായില്ല. ഇതിനകത്ത് അടിസ്ഥാനപരമായി ശരത്തെ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല, ആളുകൾക്ക് മനസ്സിലാവണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത് കേൾക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ മന്ത്രി പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ ചലഞ്ച് ചെയ്യണം. ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ രേഖ വെക്കേ. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇതിനകത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് ഞങ്ങളാണ്. മനസ്സിലായില്ലേ? അത് 300 രൂപ വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്. വരാം, അതിലൊന്നും മടിയുള്ളതല്ല, എല്ലാം ചർച്ച ചെയ്യാം. വരികയല്ലേ, അത് വേറെ ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്യാം. ഒറ്റ കാര്യം കൂടി പറഞ്ഞു. ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അരുൺകുമാർ പറഞ്ഞതിനെ ഞാൻ തിരുത്തുകയാണ്. അരുൺകുമാർ തിരുത്താൻ തയ്യാറാവണം. അരുണെ, ഞാനീ പറഞ്ഞത് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്ന രേഖ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നുള്ള പച്ചക്കള്ളം പറയരുത്. നിങ്ങൾ ആദ്യം ദയവ് ചെയ്ത് നിങ്ങളുടെ അതായത് 2-3 കാര്യങ്ങളാണ്. ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ മിനിറ്റ് പ്രേംകുമാർ എന്റെ സുഹൃത്താണ്. പ്രേംകുമാർ പറഞ്ഞ ഒരു കാര്യത്തോട് അദ്ദേഹം പറഞ്ഞ സമരങ്ങളെയൊക്കെ വലിയ മോശപ്പെട്ട കാര്യമായിട്ടാണ് പ്രേംകുമാർ പറഞ്ഞത്. ഒരു കാര്യം പറയാം, SUC കേരളത്തിലെ നിരോധിത സംഘടനയല്ല, ആണോ? അങ്ങനെയുണ്ടോ?
അങ്ങനെയില്ലല്ലോ. SUCA പോലെ കേരളത്തിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകളൊക്കെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് എല്ലാവർക്കും സമരം ചെയ്യാൻ CIT-നും CPM-നും മാത്രമല്ല നിങ്ങൾ ഈ റോഡ് തടസ്സപ്പെടുത്തി റോഡ് കെട്ടി നിങ്ങൾ സമരം പരിപാടി നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാത്രമൊന്നുമല്ലേ നടത്താനുള്ള അധികാരം? ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ സമരം നടത്താനുള്ള അധികാരമുണ്ട്. ആശാവർക്കർമാർ അതിനകത്ത് കോൺഗ്രസ് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ന്യായമായ സമരങ്ങളുടെ കൂടെ നിൽക്കുക. താങ്കളുടെ രാഷ്ട്രീയ വിമർശനം വന്നു കഴിഞ്ഞു, അതിൽ വന്നു കഴിഞ്ഞു. ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് അരുണിനോട് നിയമസഭയ്ക്കകത്ത് ഇൻസെന്റീവ് ഓണറേറിയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെ കണക്ക് ആരോഗ്യമന്ത്രി അവതരിപ്പിച്ചു. എൻ്റെ ന്യായമായൊരു സംശയം, നേരത്തെ ഹരിയോട് ഞാനത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം അത് ശ്രദ്ധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ ഒരു കണക്ക് നൽകുമ്പോൾ സംസ്ഥാനങ്ങൾ നൽകുന്ന ഓണറേറിയം മാത്രമല്ലല്ലോ വരാനിടയുള്ളത്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഓണറേറിയത്തിൻ്റെ കോൺട്രിബ്യൂഷനൂടെ ചേർത്തുകൊണ്ടുള്ള സംസ്ഥാനങ്ങളുടെ ഒരു പൊതു കണക്ക് ആകാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കേരളത്തിലേതടക്കം സംസ്ഥാനങ്ങളിലെ കേന്ദ്രമന്ത്രിയുടെ കണക്കെടുത്തു വെച്ചുകൊണ്ട് ഒരു ആശാ വർക്കർക്ക് കയ്യിൽ കിട്ടുന്ന പണത്തെ സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നത് എത്രമാത്രം ഉചിതമാണ്? 2, ഈ സംസ്ഥാനങ്ങളും കേരളവുമായി താരതമ്യം ചെയ്താൽ ഇന്നത്തെ നിയമസഭാ ചർച്ചകളിൽ നിന്ന് മലയാളിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ഹരി തയ്യാറായിട്ടില്ല. ശ്രീ അരുൺകുമാറോ? ഇപ്പോൾ ഞാൻ കൃത്യമായി സൂചിപ്പിച്ചല്ലോ, അപ്പോൾ അദ്ദേഹം എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. എല്ലാ ചർച്ചയിലും വന്നിരുന്ന് നുണ പറയുന്നു, ആ നുണ പിൻവലിക്കണം എന്നുള്ള രൂപത്തിലാണ്. ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയവും ഇൻസെൻറ്റീവും, ഓണറേറിയം ഒറ്റയ്ക്കെടുത്താലും ഓണറേറിയം ഇൻസെൻറ്റീവും എടുത്താൽ ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റുന്ന ആശാ വർക്കേഴ്സ് 10 ലക്ഷം ആശാ വർക്കേഴ്സ് ഈ രാജ്യത്തുള്ളതിൽ 26,125 ആശാ വർക്കേഴ്സ് ഉള്ള ഈ കേരളത്തിൽ തന്നെയാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പൊ ഇവർ പറഞ്ഞു സിക്കിമിൽ ഇത്രയുണ്ടല്ലോ. ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞില്ലേ, സിക്കിം ഗവൺമെന്റുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, അവിടെ നിന്ന് വന്ന സന്ദേശം ഇന്നതാണ്, അവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടെ ചൊല്ല നുണയങ്ങ് പറയുക. ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോൾ പറയാണ് പാർലമെന്റിൽ വെച്ച കണക്കാണ്. ഇവിടെ ഓരോ സംസ്ഥാനത്തും ഇത്രയാണ് കൊടുക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള രേഖ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ 2 തരത്തിൽ ഇൻസെന്റീവ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് ഇൻസെന്റീവും 2 ജനറൽ ഇൻസെന്റീവും. ഫിക്സഡ് ഇൻസെന്റീവിന്റെ 60% കേന്ദ്രം, 40% സംസ്ഥാനം. ജനറൽ ഇൻസെന്റീവിന്റെയും 60% കേന്ദ്രം, 40% സംസ്ഥാനം. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഫിക്സഡ് ഇൻസെന്റീവ് 3000 രൂപയാണ്, ജനറൽ ഇൻസെന്റീവ് 3000 രൂപയാണ്. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ 7000 പ്ലസ് 1200 പ്ലസ് 1200 പ്ലസ് ഫോൺ ചാർജിന് വേണ്ടിയിട്ട് ഒരു 200 ഉണ്ട്. അങ്ങനെ 9600 രൂപ, 13200 രൂപ ഇവർക്ക് കിട്ടുമ്പോൾ, ആശാ വർക്കേഴ്സിന് കേരളത്തിൽ കിട്ടുമ്പോൾ അതിൽ 9600 രൂപയും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നു. ചിലർക്ക് ചില വാർഡുകളിൽ ഗർഭിണികളായ സ്ത്രീകളുടെ എണ്ണം കൂടുതൽ, കുട്ടികളുടെ എണ്ണം കൂടുതൽ, അത്തരത്തിൽ വരുമ്പോൾ ഈ ഫിക്സഡ് ഇൻസെന്റീവും ജനറൽ ഇൻസെന്റീവും കഴിഞ്ഞാലും കുറച്ചുകൂടെ തുക കിട്ടുന്ന സാഹചര്യം വരും. പകുതിയോളം ആശാ വർക്കേഴ്സിന് അല്ലാതെയും വരുമാനം കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇത് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ 13,200 രൂപ കയ്യിൽ കിട്ടുന്ന സാഹചര്യമില്ല, ആശാ വർക്കേഴ്സിന് ഇല്ല എന്നുള്ളത് കണക്കുകൾ വെച്ച് തന്നെയല്ലേ ആരോഗ്യമന്ത്രി സംസാരിച്ചത്. എന്നിട്ട് എന്താണ് ഇവർക്ക് ഇതുവരെ ബോധ്യമാകാത്തത്? SUCI-നെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു. ഇപ്പൊ പകുതി ആളുകളെ കൊണ്ട് BMS പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. അവസാനം BMS-ന്റെ ലെറ്റർ പാഡിൽ കൊടുത്ത കത്താണ് വൈകുന്നേരം നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വാർത്ത വരുന്നു. കാരണം ഇതിൽ ഇരുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു സംഘടന, ആദ്യമായിട്ടാണ് ആശാ വർക്കേഴ്സിനെ BMS സംഘടിപ്പിക്കുന്നത്. അതിനൊരു പ്രത്യേക പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പേരിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുന്നു, ഇവരെ കൊണ്ടുപോയി അവിടെ. അപ്പോ എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയെയും BJP നേതാക്കന്മാരെയൊക്കെയും അങ്ങ് സ്വാഗതം ചെയ്തത്, സ്വീകരിച്ചത്? തിരിച്ചു പോയപ്പോൾ കുറെ പേരെ കൊടുത്തുവിട്ടു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ മുതൽ ഈ സമരത്തിൽ ഇടയ്ക്ക് പോയി വന്നുകൊണ്ടിരുന്നതാണ്. അവർക്കെങ്കിലും ഈ കാര്യം മനസ്സിലാവേണ്ടേ, യഥാർത്ഥ വസ്തുത മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ ഒരു നയം തീരുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ള വിഷയം ഗൗരവമായി പരിഗണിക്കാനും പരിശോധിക്കാനും നിങ്ങൾ തയ്യാറാകാത്തത്? കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവും നിങ്ങൾക്കില്ല. അരുൺ, അത് പറയുമ്പോഴും ഇടതുപക്ഷത്തിനടക്കം ആശാ പ്രവർത്തകരോട് ശക്തമായ നല്ല ആഭിമുഖ്യമുണ്ട്, സംശയമൊന്നുമില്ല. അത് പ്രതിപക്ഷത്തിനുമാകാം, അതിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കാകാമെങ്കിൽ അവർക്കുമാകാം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയുണ്ട്. 232 രൂപയാണ് അവർക്ക് ലഭിക്കുന്നത്. നമ്മുടെ മിനിമം കൂലി 700 ആണ്. ആ 700 വെച്ച് ഇടതുമുന്നണിയുടെ തന്നെ പ്രകടന പത്രികയിൽ ഈ പറയുന്ന വിധത്തിലേക്ക് ഒരു മാസം തുക ലഭിക്കുന്നതിനുള്ള ഒരു അവസരം, അവിടെയാണ് 21,000 വരുന്നത്. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇപ്പോൾ ഇതിനു വേണ്ടിയാണെങ്കിൽ പോലും ആ പ്രകടന പത്രികയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുകൂടിയാണ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചത്. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയെ അത് പറയുമ്പോൾ നിങ്ങൾ എന്തിന് അസ്വസ്ഥതപ്പെടുന്നു എന്നാണ് ആ ചോദ്യം.
അരുൺ. യെസ്, എന്തായാലും നമ്മളുടെ പ്രകടന പത്രികയെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് തയ്യാറായത് സ്വാഗതാർഹമാണ്. കാരണം 2016 നമ്മൾ 600 കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതിൽ 98% ഭൂരിഭാഗം കാര്യങ്ങളും നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തു. 2021 നമ്മൾ 900 കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിൽ 728 കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാം പ്രോഗ്രസ് റിപ്പോർട്ട് ജൂലൈ മാസം 2-ാം തീയതി 2024 പുറത്തിറക്കിയപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി, പെൻഡിംഗ് ഉള്ള വർക്ക് എല്ലാം സൂചിപ്പിച്ചാണ്. ഏതായാലും കോൺഗ്രസ് അത് വിശ്വാസത്തിലെടുത്തത് നല്ല കാര്യം. ഒറ്റ കാര്യം ചോദിക്കട്ടെ, 5 കൊല്ലം ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ 300-ൽ നിന്ന് 1000 ആക്കാൻ ശ്രമിച്ചു. പക്ഷെ അവസാനത്തെ മാസം 1000 ആക്കിയത് വിതരണം ചെയ്തില്ല. വിതരണം ചെയ്തത് 2016 ഒന്നാമത്തെ പിണറായി സർക്കാർ വന്നപ്പോഴാണ്. 1000-ൽ നിന്ന് 2000-ആയി, 3000-ആയി, 4000-ആയി, 5000-ആയി, 6000-ആയി, 7000-ആയി അങ്ങ് വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾ ഇരിക്കുമ്പോൾ 100 രൂപ വീതം ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100 രൂപ വീതം വർദ്ധിപ്പിച്ചതല്ലല്ലോ. ഇവിടെ 1000-ലധികം രൂപ ഓരോ വർഷം വർദ്ധിപ്പിച്ച് 7000 രൂപയിലേക്ക്, 1000-ൽ നിന്ന് 7000 രൂപയിലേക്ക് എത്തിച്ചു. പിന്നെ എന്നോടുള്ള ചോദ്യം, എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മിനിമം വേജസ് ആക്ടിന്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന്? അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഒരു സ്കീം കേന്ദ്രം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിപ്പോ പോളിയോ നിർമ്മാർജ്ജനമായാലും TB നിർമ്മാർജ്ജനമായാലും അതൊരു പ്രത്യേക കാലത്തേക്കുള്ള സ്കീമാണ്. ആ സ്കീമിൽ മിനിമം വേജസ് ആപ്ലിക്കബിൾ അല്ല. ഏറ്റവും ആദ്യം തൊഴിലാളിയായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചാൽ നമുക്ക് അവർക്ക് സാലറി കൊടുക്കാം. സാലറി കൊടുക്കുമ്പോൾ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരും. അപ്പോൾ കൃത്യമായി ജോലി ചെയ്യുന്നവർക്ക് മിനിമം വേജസ് കൊടുക്കുന്ന സാഹചര്യം വരും. 700 രൂപയാക്കി മാറ്റാൻ കഴിയും. പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞത് നിരന്തരമായിട്ടുള്ള പോരാട്ടം നടത്തി ഇവരെ റെഗുലറൈസ് ചെയ്യാൻ പാകത്തിനുള്ള തീരുമാനം എടുപ്പിക്കും എന്നതാണ്. 2024 നവംബർ 29-ന് ഡൽഹിയിൽ നടന്ന മഹാപ്രക്ഷോഭം, 20ഓളം സംസ്ഥാനങ്ങളിലെ ആശാ വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന ആ പ്രക്ഷോഭത്തിന്റെ കൊടുത്ത നിവേദനത്തിന്റെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. AWFFI organized a march to Parliament at Jantar Mandir demanding regularization minimum wages of Rs 26,000 per month, social security and pension for ASHA workers and facilitators, health for all ASHA workers, will do door to door against the policies of the Modi government. ആദ്യ വാചകം തന്നെ 26,000 ആക്കി മാറ്റണം, റെഗുലറൈസ് ചെയ്യണം, തൊഴിലാളിയാക്കി മാറ്റണം, ശമ്പളം കിട്ടണം, മറ്റെല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും വേണമെന്ന് തന്നെയാണ്. ആ ആവശ്യത്തിന് വേണ്ടി നിരന്തരമായ പോരാട്ടത്തിലാണ് CITU. അതുകൊണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ പാകത്തിന് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ആദ്യഘട്ടത്തിലുള്ള ഈ തീരുമാനം ഞങ്ങൾ എടുപ്പിക്കുക തന്നെ ചെയ്യും CITU. ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുമ്പോൾ, ശ്രീ പ്രേംകുമാർ, ഏതായാലും ഇപ്പോൾ അരുൺകുമാർ സംസാരിച്ചപ്പോഴും ദേശവ്യാപകമായി ഏറ്റവും ശക്തമായി ക്ലാരിറ്റിയോടെ രാജ്യത്തെ ട്രേഡ് യൂണിയനുകൾ, അത് CITU എന്ന നിലയ്ക്ക് മാത്രമല്ല, CITUവിനൊപ്പം മറ്റ് സംഘടനകളും എല്ലാം കൂടി ചേർന്ന് ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ഒരു വലിയ സമരത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ട്. ഇവിടെ SUCI സമരം ചെയ്യുന്നതിനോട് താങ്കൾക്ക് എന്താ പുച്ഛം എന്നൊരു ചോദ്യം നേരത്തെ ഡോക്ടർ ഹരിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. 1. 2, ഈ പ്രമേയം അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആശങ്കകൾ എന്ന രൂപത്തിൽ അവതരിപ്പിച്ച ആരോപണങ്ങൾ ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ ഏത് നിലയ്ക്കായി മാറുന്നു എന്നാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ ആശാ വർക്കർമാർക്ക് മറ്റൊരു പണിക്കും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ രാഹുലിൻ്റെ വാദത്തോടുള്ള മന്ത്രിയുടെ മറുപടി കണ്ടു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സ്റ്റേറ്റുകളെ താരതമ്യം ചെയ്യുന്നതിലുള്ള ഒരു അസ്വസ്ഥത, ഒരു എതിർപ്പോ ഉണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും വെച്ചാണ് ഓണറേറിയത്തെക്കുറിച്ച് മന്ത്രി താരതമ്യം ചെയ്ത് സംസാരിച്ച് നമ്മളത് കണ്ടു. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയത്തിലും ഇന്ന് പ്രമേയം അവതരിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾക്ക് ഒരു ഗ്രിപ്പ് കിട്ടിയോ, പിച്ച് കിട്ടിയോ? മന്ത്രിയുടെ മറുപടി കൂടി കഴിയുമ്പോൾ ഏത് നിലയിലായി അതിൻ്റെയൊക്കെ അവസ്ഥ? ഇത് കേട്ടതുകൊണ്ട് താങ്കൾ എന്തു പറയുന്നു? അല്ല, വീണ ജോർജ് മിനിസ്റ്റർ ഈ കാര്യത്തെ ഡീൽ ചെയ്യുന്നതും ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതും കുറെ ദിവസമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കറക്റ്റ് ആവുന്നത് മാത്രമല്ല, മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട്. അതായത് 2ാം വട്ടം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പം 2ാം ടേമിൽ മിനിസ്റ്റേഴ്സ് വരണ്ട എന്ന് തീരുമാനിച്ചപ്പം ഏറ്റവും കൂടുതൽ അതിനോട് എതിർപ്പ് വന്നിരുന്നതും ആൾക്കാർക്ക് സങ്കടം വന്നിരുന്നതും KK ശൈലജ ടീച്ചറെ മാറ്റുന്നു എന്നുള്ളതിലായിരുന്നു. ഒരു കാരണവശാലും അങ്ങനെ ഇനി ഒരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ടാവാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുകയും ആർഗ്യുകയും ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആ പൊസിഷനിലേക്കാണ് വീണ ജോർജ് മിനിസ്റ്റർ വന്നിട്ടുള്ളത്. എന്ത് മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ, എന്ത് കൺവിൻസിംഗ് ആയിട്ടാണ് അവര് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കൂ. പിന്നെ അതോടൊപ്പം തന്നെ പറയട്ടെ, ഒരു നിമിഷം, എനിക്ക് തോന്നുന്നു രാഹുൽ ഈ സഭയിലെ കന്നി അംഗമാണ്. ഇങ്ങനൊരു ചുമതല പ്രതിപക്ഷം UDF അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കുന്നതിൽ തന്നെ അതിൻ്റെ ഒരു രാഷ്ട്രീയം പ്രകടമാണ്, വ്യക്തമാണ്. അവിടെ രാഹുലിൻ്റെ രീതിയിലും ശൈലിയിലും
ഇന്ന് സിക്കിമുമായും, നേരത്തെ സിക്കിമൊക്കെ ഡോക്ടർ ഹരിയുടെ ഉദാഹരിച്ചതുകൊണ്ട് നമുക്ക് സിക്കിമിനെ പ്രത്യേകമായിട്ട് തന്നെ ഒന്ന് പരിഗണിച്ച് പോയി കളയാം. രാഹുലിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, ആ ചോദ്യത്തിൻ്റെ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ മന്ത്രിയുടെ മറുപടി കൂടി സിക്കിമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കാണാം, എന്നിട്ട് ഞാൻ ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത്, ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന ഞാൻ ചോദിച്ചോട്ടെ. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ സാർ? സിക്കിമിൽ 10,000 രൂപയാണ് സാർ ഓണറേറിയം. ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സാർ. ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ. ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട്, അതുപോലെ ഒരു ഉത്തരത്തിനകത്തും 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് സാർ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 6,000 രൂപയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നത് വിശ്വസിക്കുകയും നമുക്ക് മാർഗമുള്ളൂ സാർ. സാർ, 1000 രൂപയിൽ നിന്ന് 1,800 രൂപയാക്കുമല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. 1000 രൂപയിൽ നിന്ന് 7,000 രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സാർ. അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർ, ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സർ. അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത്. ഡോക്ടർ പ്രേംകുമാർ, രാഹുൽ മാങ്കൂട്ടം പഠിച്ച ഇന്ത്യയും ആരോഗ്യമന്ത്രി പഠിച്ച ഇന്ത്യയും, ശരത്ത്, രണ്ട് കാര്യമുണ്ട് അതിനകത്ത്. ഒന്ന്, കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വസ്തുത പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരു ദിവസം പറയും, പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം തന്നെ LDF-ന്റെ സൈബർ വിങ് ഒക്കെ ഇത് പൊളിച്ചടങ്ങും. പിറ്റേ ദിവസം പത്രക്കാർ ചോദിക്കും നിങ്ങൾ എവിടുന്നാ ഇത് കണ്ടെത്തിയെന്ന്. അപ്പൊ രമേശ് ചെന്നിത്തല പറയും അത് ഞാൻ പത്രത്തിൽ കണ്ടതാണ് പറഞ്ഞതെന്ന് പറയും. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അത് ഞാൻ എവിടെയോ കണ്ടതാണെന്നാണ്. അതായത് ലോക്സഭയിൽ കിട്ടിയ ഒരു മറുപടി എന്നാ പറയുന്നത്. അതിൽ പോലും പറയുന്നത് 6,000 രൂപയാണ് ഇപ്പൊ കൊടുക്കുന്നതെന്നാ. 10,000 ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നേ പറയുന്നുള്ളൂ. അതായത് ശ്രീനിവാസൻ, തളത്തിൽ ദിനേശൻ പറയുന്നുണ്ട് ചായക്കടയാണെന്ന് കരുതി ബാർബർ ഷാപ്പ് കയറിപ്പോയ ആളുടെ കഥ. അതുപോലെ ചാനൽ ചർച്ചയാണെന്ന് കരുതിയിട്ട് നല്ല റെട്ടറേഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വീണ ജോർജിന് മുന്നിൽ പെട്ടു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നിലവിൽ സിക്കിമിൽ കൊടുക്കുന്ന 6,000 രൂപയാണ്. അവർ തീരുമാനിച്ചിട്ടുണ്ടാവാം, കൊടുത്തിട്ടില്ല. പിന്നെ എന്റെ സുഹൃത്ത് GB ഹരിയുടെ പറയണ്ടായി എനിക്ക് സമരങ്ങളോട് പുച്ഛമാണെന്നുള്ളത്. അതിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് ആവശ്യമില്ല. പക്ഷേ SUCIയുടെ നേതൃത്വത്തിൽ BJP സ്പോൺസർ ചെയ്തിട്ട് കോൺഗ്രസ് പങ്കെടുത്തുകൊണ്ട് സകലമാന ഉഡായിപ്പ് കക്ഷികളും ചേർന്ന് സാംസ്കാരിക നായകന്മാരും ചേർന്ന് കേരളത്തിൽ കുറച്ചു കാലമായി നടത്തുന്ന സമരങ്ങൾ 99% കേരളത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. ആത്യന്തികമായിട്ട് സംഘപരിവാറിനെയും BJPയെയും സഹായിക്കാനുള്ളതാണ്. അത് സത്യമാണ്, അത് പറയുക തന്നെ ചെയ്യും. ഈ SUCIയുടെ നേതാവ് ഏതൊക്കെ വേഷങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയാൽ മാത്രം നിങ്ങൾക്കത് മനസ്സിലാവും. ഇവര് സംഘപരിവാരത്തിന്റെ കൊട്ടേഷൻ ടീമാണ്. ആശാ വർക്കേഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് ശമ്പളം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരെ BJPക്കാരാക്കാൻ കൊട്ടേഷൻ എടുത്ത ടീമാണ്. ആ കുഴിയിലാണ് UDF വീണിട്ടുള്ളത്. അങ്ങനെയുള്ള സമരങ്ങളെ എക്സ്പോസ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ സത്യത്തിൽ ആശാ വർക്കേഴ്സിനെ ആയിരുന്നാലും ഏത് വർക്കേഴ്സിനെ ആയാലും പ്രൊട്ടക്ട് ചെയ്യാനുള്ളതും അവരുടെ റൈറ്റ്സ് ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ്. അവരവിടെ ശ്രദ്ധ കുറയുമ്പോഴാണ് SUCI പോലുള്ള BMS പോലുള്ള സംഘടനകൾ കയറി വരുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ CITയും CPM-ഉം ഇത് സ്വയം വിമർശനപരമായി എടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ്, ഈ ഉഡായിപ്പ് പരിപാടി എക്സ്പോസ് ചെയ്തേ പറ്റുള്ളൂ. CITയുടെ മുന്നിലുള്ള ഉത്തരവാദിത്തം, LDF-ന്റെ മുന്നിലുള്ള ഉത്തരവാദിത്തം അതാണ്. ഇപ്പോൾ നടക്കുന്നതിന്റെ അകത്തുള്ള വാസ്തവമില്ലായ്മ എക്സ്പോസ് ചെയ്യും. അതിനുശേഷം ഈ തൊഴിലാളികളുടെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. നാഷണൽ ഇഷ്യൂവിനെ നാഷണൽ പെർസ്പെക്റ്റീവിൽ കാണണം. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പക്ഷേ BJPയോ കോൺഗ്രസോ ഇതിന് തയ്യാറാവുന്നില്ല. പ്രിയങ്ക ഗാന്ധി പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ കൂട്ടുന്നതാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലോ. എവിടെ അധികാരത്തിൽ വന്നാലും കോൺഗ്രസ് ആശാ വർക്കേഴ്സിന്റെ സാലറി 21,000 രൂപയായി കൂട്ടും. അത് പ്രവർത്തക സമിതിയിൽ ഞാൻ വെക്കും എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. ലീഗും കേരള കോൺഗ്രസും ഉള്ള കേരളത്തിൽ കൂട്ടുക എന്നല്ലല്ലോ വേണ്ടത്. അപ്പം സമരങ്ങൾ എന്നുള്ള ആ ഒരു നല്ല സമരങ്ങൾ എന്നുള്ള വഴിയിലൂടെ
സംഘപരിവാറിന്റെ ആശയങ്ങൾ കയറ്റിക്കൊണ്ടുവരാൻ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അത്തരം സമരങ്ങളാണ് പുച്ഛം എന്ന് പറയാതെ വയ്യ. ഞാനിവിടെ ഡോക്ടർ പ്രേം പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ സ്കീം വരുന്നത് UPA സർക്കാരിൻ്റെ കാലത്ത് അന്ന് UPAയുടെ തന്നെ സർക്കാരിൻ്റെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ വന്നതിനകത്ത് വളരെ സ്പഷ്ടമായി പറയുന്നു ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കീംസാണ്, അതിൽ വിമൻ വോളണ്ടിയേഴ്സ് എന്ന് തന്നെയാണ് അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒരു ഘട്ടത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഒരുപോലെ തന്നെ UDFും UPAയുമായിരുന്നു. ആ കാലത്തടക്കം ഈ വിമൻ വോളണ്ടിയർ എന്ന് പറയുന്ന ആ ഒരു വിശേഷണത്തിൽ നിന്ന് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി പോയിട്ടുണ്ടോ? അതിനുശേഷം മോദി സർക്കാരിൻ്റെ കാലത്ത് MP-മാർ ആ നിലയിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ ഒരു ദേശീയ കാഴ്ചപ്പാട് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ടോ? ഇവിടെ GV ഹരി വളരെ പൊളിറ്റിക്കലായിട്ടോ വളരെ നാടകീയമായിട്ടോ ഒക്കെ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോഗ്യമന്ത്രി പഠിച്ച ഇന്ത്യയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനാധാരമാക്കി ഒരു വിജയത്തിലേക്ക് പോകാമെന്ന ആത്മവിശ്വാസത്തോടെ ഊന്നിപ്പറഞ്ഞത് സിക്കിമിനെ കുറിച്ചാണ്. അതും കയ്യിൽ നിന്ന് പോകുന്നതാണ് കണ്ടത്. കണക്ക് വെച്ച് ഒരു മന്ത്രി, അത് ഏത് പാർട്ടിയുടേതാകട്ടെ, പക്ഷേ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി നിയമസഭയ്ക്കകത്ത് വളരെ ആധികാരികമായി കണക്ക് പറയുന്നു. ആ കണക്കിൽ 6000 ഉള്ളൂ, 7000-ന് താഴെയാണ്. അതും കയ്യിൽ നിന്ന് പോകുന്നതാണെന്ന് നിയമസഭയിൽ കണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. UDFനെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. ഹരി കേൾക്കുന്നില്ലേ? ഹരി ഒരു നിമിഷം. കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് മന്ത്രിയുടെ കയ്യിലുള്ള രേഖ മന്ത്രിയുടെ കയ്യിൽ മാത്രമാണ്. അത് ഇതുവരെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ അതവിടെ ആ രേഖ അവിടെ നിൽക്കട്ടെ. ആ രേഖ ഇങ്ങനെ നമ്മുടെ ഞങ്ങൾ ഇപ്പൊ അതിനെ കാണുന്നുള്ളൂ. ഇതിപ്പോ ഇതാണ് ആ രേഖ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ അതൊക്കെ മാറ്റിവെച്ചു ശരത്തെ ഈ ചർച്ചയിൽ. എനിക്ക് മനസ്സിലാവാത്തത് പ്രതിപക്ഷത്തിന് നിയമസഭയെ മാനിക്കുന്നില്ലേ? അല്ല, ശരത്തിന്റെ ചർച്ചകളിൽ ഞാൻ കൈരളിയുടെ ഒരുപാട് ചർച്ചകളിൽ പോകുന്നു. പക്ഷെ ശരത്തിന്റെ ചർച്ചയിൽ ഒരു ആവേശം കാണിക്കുന്നുണ്ട്. ഞാൻ ദൈവം അത് ഫാക്ട്സ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾ ഫാക്ട്സ് അല്ല പറയണേ, എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ല. എന്റെ ചോദ്യം, പ്രതിപക്ഷത്തിന് നിയമസഭയെ മാനിക്കാൻ ഉത്തരവാദിത്വമില്ലേ? ഒരു മന്ത്രി ആധികാരികമായി കണക്ക് അവതരിപ്പിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഹരി പറയുന്ന ആ ലോജിക്ക് നിൽക്കാത്തതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിയമസഭയ്ക്കകത്ത് ഒരു മന്ത്രി കണക്ക് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം അത് അംഗീകരിക്കുന്നുവെങ്കിൽ അത് സഭയെ അംഗീകരിക്കലാണ്. അത് താങ്കൾ ഈ ചർച്ചയിൽ വന്നിട്ട് അത് മന്ത്രിയുടെ കണക്കാണ് എന്ന് പറയുന്നത് എങ്ങനെ നിൽക്കും? എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോവുക? പ്രതിപക്ഷം അടക്കം അക്സെപ്റ്റ് ചെയ്ത കണക്കാണെന്നേ അത്. ഞങ്ങൾ അവതരിപ്പിച്ചത് കേന്ദ്രത്തിലെ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കാണ്. അപ്പൊ ആ കണക്ക് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ കേരളത്തിലെ കണക്ക് മാത്രമേ അവതരിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അതവിടെ നിൽക്കട്ടെ. എന്റെ ആ കാര്യം അതല്ല. ഞാൻ ഈ ചർച്ചയിൽ ശരത്ത് നയിക്കുന്ന ഈ ചർച്ച കേന്ദ്രത്തിന്റെ കണക്കിലും പ്രശ്നമുണ്ട്. അല്ല, പ്രേമേ ഒന്നും ദയവേത് ഞാൻ പറയണ കേൾക്കട്ടെ, എന്റെ സമയമല്ലേ. അപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനതൊക്കെ മാറ്റിവെക്കുന്നു. നോക്കൂ, ഒരു മന്ത്രി ഒരു വിഷയമുണ്ടായാൽ, ഒരു സമരം നാട്ടിലുണ്ടായാൽ, അത് ഒരു ദിവസമായിക്കോട്ടെ 2 ദിവസമായിക്കോട്ടെ, ഒരു ജനകീയ സമരം ഉണ്ടായാൽ അവർ ആദ്യം ചെയ്യേണ്ടത് ആ സമരം എന്തുകൊണ്ടുണ്ടാകുന്നു അതിനൊരു ചർച്ച നടത്തുക എന്നുള്ളതാണ്. ഇത്രയും ദിവസമായിട്ട് ആ ആശാവർക്കർമാരെ വിളിച്ചൊരു ചർച്ച നടത്താൻ കേരളത്തിലെ CPM-ഓ അല്ലെന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരല്ല, അന്ന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരോ ചെയ്തിട്ടില്ല. മന്ത്രിയോ തടസ്സപ്പെടുത്തില്ല. മന്ത്രിയെക്കുറിച്ച് പ്രേംകുമാർ ഇവിടെ വളരെ വലിയ ഇതൊക്കെ പറഞ്ഞു. അവരാദ്യം ചെയ്യേണ്ടത് അതാണല്ലോ. നിങ്ങൾ അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന നമ്മളിപ്പോൾ അരുൺകുമാറും പ്രേംകുമാറും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അവരോട് മുമ്പിൽ പറഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടുത്തിയ ഈ സമരം അവസാനിക്കില്ലേ? അപ്പൊ ആ സമരം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു സർക്കാരല്ല സമരം അവസാനിപ്പിക്കേണ്ടത്, പ്രതിപക്ഷമല്ലല്ലോ. അപ്പം അങ്ങനെ സമരം അവസാനിപ്പിക്കാൻ ഈ സമരത്തെ നിങ്ങൾ തെരുവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അത് അവരുടെ സമരം ന്യായമാണെന്നും അത് കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നമാണെന്നും കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇനിയും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് അവരെ വിളിച്ച് ചർച്ച ചെയ്യുന്നേ. എത്രയോ സമരങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതായത് നമ്മൾ ഈ ചർച്ച പതിവിന് വിരുദ്ധമായി നിയമസഭ എന്ന് പറയുന്നത് ഏറ്റവും ആധികാരികമായി നമ്മൾ വളരെ ഗൗരവത്തോടെ ബഹുമാനത്തോടെ കാണുന്ന നമ്മുടെ ജനപ്രതിനിധികൾ ഇരുന്ന് വളരെ ആധികാരികമായി സംസാരിക്കുന്ന കാര്യം. ആധികാരികമല്ലാത്തതും
അൺപാർലമെൻ്ററി ആണെങ്കിൽ അത് സഭാരേഖകളിൽ നീക്കം ചെയ്യപ്പെടുന്ന സ്ഥലം കൂടിയാണ്. ആ നിയമസഭയ്ക്കകത്ത് ഇന്നടക്കം വന്ന പല ഭാഗങ്ങൾ കൂടി പരാമർശിച്ചാണ് ഈ ചർച്ച മുന്നോട്ട് പോയത് എന്നത് ഈ ചർച്ചയുടെ ഒരു വ്യത്യസ്തമായ തലം. കാരണം വിഷയം ഇതായതുകൊണ്ടാണ്. അവിടെ ഡോക്ടർ ജി വി ഹരി ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്ര ദിവസം സമരം ചെയ്തിട്ട് എന്തുകൊണ്ട് കേരളത്തിൻ്റെ സർക്കാർ, ആ സർക്കാരിലെ ആരോഗ്യമന്ത്രി അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ചില്ല, എന്തുകൊണ്ട് സമരം പരിഹരിക്കാൻ വേണ്ട ചർച്ചയ്ക്ക് സർക്കാർ ഇടപെട്ടില്ല എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതും പരിശോധിച്ച് തന്നെ ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജി വി ഹരി ഉന്നയിച്ചു. ഈ സമരം പരിഹരിക്കാൻ സർക്കാർ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, ഒരു ചർച്ചയ്ക്ക് അവരെ വിളിക്കാമായിരുന്നില്ലേ എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു ചോദ്യമായി വിമർശനമായി ഉന്നയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇടവേളയ്ക്ക് ശേഷം നമുക്കതും പരിശോധിക്കാം എന്നാണ്. സഭയ്ക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണവും അതിനുള്ള മന്ത്രിയുടെ മറുപടിയും കണ്ട ശേഷം നിങ്ങളിലേക്ക് വരാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരോടൊന്ന് സംസാരിക്കുവാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഒന്ന് ഗവനിച്ചിട്ടുണ്ടോ? ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ ആശാവർക്കർമാരോട് നടത്തിയോ സാർ? ആ ആശാവർക്കർമാർക്ക് കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സഭയിൽ വന്ന കേരളം നമ്പർ 1 എന്ന ഈമ്പ് കൊള്ളുന്നത്? സാർ, ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ, വളരെ ആദരവോടുകൂടി കാണുന്നത്, അത്തരം ബഹുമാനത്തോടെ കൂടി കാണുന്നത്. സാർ, ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം. ഞാൻ SMD സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം. അദ്ദേഹം 14-ാം തീയതി SPM സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം. ശരി, മന്ത്രിയെ അതിനെന്താ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. 15-ാം തീയതി രാവിലെ 10 മണിക്ക് സാർ എൻ്റെ ഓഫീസിൽ അവരെത്തി. 10 മണി മുതൽ 11:40 വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി. വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ. ജി വി ഹരി ഉന്നയിച്ച വിമർശനം അത് രാഹുൽ മാങ്കൂട്ടം സഭയിലും ഉന്നയിച്ചതാണ്. അതിന് മന്ത്രി നടത്തിയ ചർച്ചയുടെ തീയതിയും അതിൽ രമേശ് ചെന്നിത്തല തന്നെ ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം എന്ന നിലയ്ക്ക് കൂടി അവതരിപ്പിച്ചുകൊണ്ട് അതിനുശേഷം നടത്തിയ 1 മണിക്കൂർ 40 മിനിറ്റാണ് അവരുമായി ചർച്ച നടത്തിയത് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഞാൻ ആദ്യം അരുൺകുമാറിലേക്ക്. ഇവിടെ കൃത്യമായി 10-ാം തീയതി ഫെബ്രുവരി 10-നാണ് ഈ സമരം ആരംഭിച്ചത്. ആ സമരം ആരംഭിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കിയിരുന്നു, ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 26,125 ആശാ വർക്കേഴ്സിനെ പ്രതിനിധീകരിച്ച് അതിൽ 21,000-ത്തിലധികം അംഗങ്ങൾ ഉൾപ്പെടുന്ന CITUവിന്റെ സമരമുണ്ടായിരുന്നു. 2 ദിവസം രാപ്പകൽ സമരം. ആ സമരത്തിന്റെ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ടുള്ള മിനിറ്റ്സ് അടക്കം കൈമാറിയതാണ്. ഇതിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, പുതിയ സമരത്തിനും പഴയ സമരത്തിനും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ സെയിം ആണ്. അത് ചർച്ച ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് തന്നാൽ ഓണറേറിയത്തിന്റെ കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞതാണ്. 10-ാം തീയതി സമരം ആരംഭിച്ചു. 14-ാം തീയതിയാണ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ചർച്ച സംഘടിപ്പിച്ചത്. ആ ചർച്ചയുടെ ഭാഗമായി നേരത്തെ 7-ാം തീയതി പുറത്തിറങ്ങിയ ഗവൺമെന്റ് ഉത്തരവും അതുപോലെ CITU സമരത്തിന്റെ മിനിറ്റ്സ് അടക്കം ഈ പുതിയ സമരക്കാരുമായി പങ്കുവയ്ക്കുകയും ഈ വിഷയങ്ങളെല്ലാം അണ്ടർ കൺസിഡറേഷനിലാണ്. 2 ആഴ്ച സമയം കൊടുത്തു വച്ചിരിക്കുന്ന കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് 20-ാം തീയതി പൂർത്തീകരിക്കും എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് മന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. 15/2/2025 അതായത് കഴിഞ്ഞ 15-ാം തീയതി തന്നെ മന്ത്രിയും ചർച്ച നടത്തി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ അനുഭാവപൂർവ്വം ആ ചർച്ചയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ പ്രതിനിധികൾ പറഞ്ഞത്, ഞങ്ങളൊന്ന് പോയി സമരപ്പന്തലിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാം എന്നതാണ്. അങ്ങനെ പോയവർ പിന്നെ മറുപടിയും പറഞ്ഞില്ല, വന്നുമില്ല. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതും UDF-ഉം BJP-യും ഒക്കെ സമരം ഏറ്റെടുക്കുന്നതും ഓരോ ദിവസവും വ്യത്യസ്ത രൂപത്തിൽ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതുമാണ് കണ്ടത്. അതുകൊണ്ട് ഏതു സമരത്തെയും ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അനുഭാവപൂർവ്വമായിട്ടുള്ള പോസിറ്റീവ് നിലപാടാണ് ഗവൺമെന്റേത്. അങ്ങനെ എത്രയോ സമരം ഈ കേരളത്തിൽ ഉയർന്നു വന്നു. അത്തരത്തിലുള്ള സമരങ്ങളെല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്ത്, വയൽക്കിളികളുടെ കീഴാറ്റൂർ സമരം, അതുപോലെ നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ചുള്ള സമരം, എത്ര സമരം നമ്മൾ കണ്ടു. ഈ സമരങ്ങളൊക്കെ എത്ര രമ്യമായിട്ടാണ് ഈ ഗവൺമെന്റ് തീർത്തത്. അതുകൊണ്ട് ഗവൺമെന്റ് ഇതിൽ വളരെ പോസിറ്റീവ് മനസ്സ് തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. വെറും ദുരാരോപണം മാത്രമാണ്. ഹരി, ഈ ആരോപണവും സഭയ്ക്കകത്തും പുറത്തും വല്ലാതെ ദുർബലമായി പോയല്ലോ. രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് കേട്ടാണ് ജി വി ഹരി ഈ ചർച്ചയിൽ വളരെ ആവേശത്തോടെ ഉന്നയിച്ചത്. മന്ത്രിയുടെ മറുപടി കേട്ടില്ലായിരുന്നല്ലേ? ഇല്ല, ഞാൻ ചെറുതെ
എനിക്ക് പറയാൻ അനുവദിക്കുക, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോവാതെ. ഞാൻ ഈ ചർച്ചയിൽ ഇത് കണ്ടിട്ട് കൃത്യമായിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. അത് ഞങ്ങൾ പറയാറുണ്ട്, ഈ കോളേജിൽ പഠിക്കുമ്പോഴേ ഞങ്ങൾ പറയാറുണ്ട്, ഈ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് അടിച്ചു കൊല്ലുക എന്ന് പറയും. അപ്പൊ ഈ ഒരു സമീപനം കേരളത്തിൽ കുറെ കാലമായി CPM സ്വീകരിക്കുന്നൊരു സമീപനമാണ്. ഞങ്ങൾക്ക് അതിൽ പുതുമയൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശീലമായല്ലേ, ഇത് ശീലമായല്ലേ? സമീപനം ഞങ്ങൾക്ക് അറിയാം. ഇതിപ്പോ ഒരു പതിവായി എന്നാണോ? ഒരു ചർച്ച എനിക്ക് അത്ഭുതം എന്തറിയോ, ഈ ചർച്ച ഇത്രയും നടന്നിട്ട് കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. ഒറ്റ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ നിങ്ങളുടെ പ്രശ്നം ഇതാണ്. നിങ്ങൾ ഈ ചില ചാനലുകളോ പത്രങ്ങളോ പറയുന്നത് മാത്രം കേട്ട് ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തിയാൽ ഇങ്ങനെ ഇരിക്കും. ജീവി ഹരിക്ക് ഇന്ന് കിട്ടിയ പോലത്തെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടേണ്ടി വരും. നിങ്ങൾ മൂന്നുപേരും കൂടി ചർച്ച ചെയ്യുക, എന്നിട്ട് ഞാൻ പറയണമെന്ന് കേൾക്കാം. ഹരി പറഞ്ഞു നമ്മൾ തമ്മിലാന്നേ. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ചർച്ച ചെയ്ത് CIT നേതാക്കന്മാരെ വിളിച്ചല്ലോ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. സമരം നടത്തുന്ന നേതാക്കന്മാരോട് ചർച്ച ചെയ്യുന്നേ, അല്ലാതെ നിങ്ങൾ ചർച്ചയുടെ കാര്യം മന്ത്രി പറഞ്ഞേ. മന്ത്രിയുടെ ആളുകളെ വിളിച്ച് ചർച്ച ചെയ്ത് 1 മണിക്കൂർ 40 മിനിറ്റ് ചർച്ച നടത്തിയെന്ന്. ഇതൊക്കെ 15 അരുൺ ഇത് അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഒരു ലൈൻ ശരിയല്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ ഹരിയോട് ഞാനല്ല. ഫോൺ നമ്പർ എന്റെ കയ്യിലില്ല. ആ ഫോൺ നമ്പർ ഒന്ന് തന്നാൽ ഈ ചർച്ചകളുടെ എല്ലാം മിനിറ്റ്സിന്റെ കോപ്പി ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ശരി, ഹരി ഓഫർ. ശ്രീഹരി നല്ല ഓഫറാണ്, നല്ല സമീപനമാണ്. അതായത് ഹരിയുടെ നമ്പർ ഞാൻ കൊടുക്കാം, ഹരിക്ക് ആ ചർച്ചകളുടെ മിനിറ്റ്സ് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഓഫർ ചെയ്തിട്ട് എന്ത് കാര്യം? ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ചർച്ചയെ നടന്നിട്ടില്ല എന്നങ്ങ് ഉറപ്പിച്ച് വിശ്വസിക്കുക. ചർച്ച നടന്ന വിശദാംശങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കുക, എന്നിട്ട് പത്രങ്ങൾ കൊടുത്തില്ല എന്ന് പറയുക. എന്താണ് ഇതാണോ രാഷ്ട്രീയം? ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? കുറച്ച് ആളുകൾ കൂടെ വട്ടത്തീരത്ത് ചർച്ച ചെയ്ത ഈ സമരം തീരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ ആ തെരുവിൽ സമരം ചെയ്യുന്ന അവരുടെ പ്രതിനിധികളെയാണെന്ന് കണ്ടത്. എന്താണ് ഹരി അവരെ കണ്ട കാര്യം പറഞ്ഞത്? സമരക്കാരെ. സാധാരണഗതിയിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ സംഭവം. ഇപ്പൊ 14-ാം തീയതിയും 15-ാം തീയതിയും സമരക്കാരായിട്ടാണ് ചർച്ച നടത്തിയത്. കേരളത്തിന്റെ പ്രതിപക്ഷത്തോട് നിങ്ങൾ ഹരി ഇപ്പോഴാണ് അറിയുന്നതിനുള്ള പ്രശ്നം. രാഹുൽ മാങ്കൂട്ടോ അറിഞ്ഞിട്ടില്ല, പ്രതിപക്ഷവും അറിഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്ത് അറിയാം ഈ കാര്യത്തെ ഏത് തരത്തിൽ സമീപിക്കണം എന്നറിയാം. ഞങ്ങളൊരു കാര്യം പറയാം, എങ്ങനെയുണ്ട് ഈ അവസാന ഞങ്ങൾ അധികാരത്തിൽ വരും. അതായത് പ്രേംകുമാർ അവസാന റൗണ്ടിലെ ഈ ഗൂഗിളി എങ്ങനെയുണ്ട്? അതായത് ഇനി ഒരു കാവിലെ പാട്ട് മത്സരം പോലും ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തപ്പെട്ടോ ഈ വിഷയത്തിൽ? ശ്രീ പ്രേംകുമാർ, താങ്കളുടെ അവസരം. അല്ല, അതായത് പത്രങ്ങളിൽ വരേണ്ടതോ നമ്മളെല്ലാരും അറിയേണ്ട ആവശ്യമില്ലല്ലോ. സമരത്ത് പങ്കെടുക്കുന്ന ആളുകളാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. അവരറിഞ്ഞാൽ മതിയല്ലോ, അവര് പറയൂല. പിന്നെ ഈ ഹരി പറയുന്ന ഒരു കാര്യം, എങ്ങനെയെങ്കിലും സമരം ഒന്ന് തീർത്തുകൂടെ എന്നുള്ളത് ഇത് ഈ സാംസ്കാരിക പ്രവർത്തകരും പറയുന്നതാണ്. ആദ്യം പറയാ കേരള ഗവൺമെന്റ് ആണ് തീർക്കേണ്ടതെന്ന്, പിന്നെ പറയാ കേരളമാണോ കേന്ദ്രമാണോ എന്ന് നമുക്ക് അറിയില്ല എന്ന് പറയാം. അതിനുശേഷം അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഭീകരവാദികളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന്. എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റില്ല. ആദ്യം ഇഷ്യൂ എന്താണെന്ന് അഡ്രസ് ചെയ്യണം, അത് ഫിക്സ് ചെയ്യണം, എന്നിട്ടല്ലേ തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ജെനുവിൻ ആയിട്ടുള്ള ഡിമാൻഡിന് പുറത്തുള്ള സമരങ്ങളാണ് തീർക്കാൻ പറ്റുക. വേറെ പൊളിറ്റിക്കൽ ചർച്ചയിലൂടെ തീരില്ല എന്നുള്ളതാണ്. ഹരി പറഞ്ഞിടത്ത് നിന്ന് അരുൺകുമാറിനോട് അവസാനമായി ഈ നിയമസഭയിലെ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ, ഈ സമരവുമായി മുന്നോട്ട് പോയ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ശ്രീ ഇപ്പോൾ ജി വി ഹരി പറഞ്ഞതുകൂടി വെച്ച് അരുണിന്റെ വളരെ ക്യൂക്കായി നമുക്ക് വേഗം അവസാനിപ്പിക്കാം, സമയം തീരുന്നു. അതായത് അടുത്ത കാലം സംഭവിച്ചതുപോലെ തന്നെ ഈ സമരത്തിനും സംഭവിക്കാൻ പോകുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരൊറ്റ സമരം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞ ആരോപണമെല്ലാം പിൻവലിച്ചു പോകേണ്ടി വന്നില്ലേ? അത് ക്യാമറയായാലും ജലമെട്രോ ആയാലും ഫോൺ ആയാലും എത്രയോ ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാം ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടുന്നു. ഈ ആരോപണവും അങ്ങനെ പൊട്ടി. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ വളരെ വ്യത്യസ്തമായി, പതിവില്ലാത്ത വിധം സാധാരണ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി, ശ്രീ ഹരി പോലും അത് സമ്മതിക്കും എന്നെനിക്ക് ഉറപ്പാണ്. സഭയ്ക്കകത്ത് നടന്ന ചർച്ചയിലെ ആരോപണങ്ങൾ, അതിൻ്റെ മറുപടി, അതിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് ചർച്ചയിലേക്ക് പോയി. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ പ്രമേയം അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടൻ ചോദിച്ചത്, ഒരു ചർച്ചയെങ്കിലും നടത്തിയോ? ചർച്ചയ്ക്ക് മന്ത്രി വിളിച്ചോ? അവസാനം ആ ചർച്ചയുടെ വിശദാംശങ്ങളടക്കം വന്നപ്പോൾ ഇതൊക്കെ പത്രങ്ങളൊന്നും എഴുതിയില്ലല്ലോ എന്ന നിലയിലേക്ക് അമ്പരന്ന് അന്താളിച്ച് നിൽക്കുന്ന ഒരു പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും.
പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കുറേ കൂടി ആളുകളിലേക്ക് വസ്തുനിഷ്ഠമായി തന്നെ പൊരുളെന്താണ്, യാഥാർത്ഥ്യം എന്താണ്, നുണ എന്താണ്, എന്താണ് ഇത്തരം ചില നിക്ഷിപ്ത സമരങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യമെന്താണ്, ഇതൊക്കെ കുറേ കൂടി മനസ്സിലാക്കാൻ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കഴിഞ്ഞിരിക്കാം എന്ന് വിചാരിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.